കലിപ്പൻ കാശിദേവിന്റെ മൊഞ്ചത്തി ഐഷ, രചന ഷാനിബ നിയാസ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ചീവീടുകൾ വാവിട്ട് കരയുന്ന അന്ധകാരം തുളുമ്പുന്ന ആ രാത്രിയിൽ മൂന്നാറിന്റെ മലയോര കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന കാൽവരി മൗണ്ടിന്റെ മുകൾ ഭാഗത്തേക്ക് അവൻ വണ്ടി ഓടിച്ച് കയറ്റി. സിൽവർ കളർ പെയിന്റ് ചെയ്ത ആ ലാൻഡ് ക്രൂയിസറിന്റെ ടയറുകൾ പോലും വല്ലാത്തൊരു ശൗര്യം പോലെ. കാർ ഡ്രൈവിംഗ് സീറ്റിന് താഴെ അവൻ കുടിച്ചേർത്തിട്ട ബിയർ ബോട്ടിലുകൾ തമ്മിൽ ഉരസി ഒരു നേർത്ത ശബ്ദമുണ്ടായി. രാത്രിയുടെ ഇരുട്ടിൽ ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിച്ചിരിച്ചു. ദൂരെ ഏതോ ഒരു കോണിൽ ലൈറ്റ് ഹൗസിൽ നിന്നും ചുവപ്പായ ഒരു പ്രകാശം ആ താഴ്വരയാകെ തലോടി പോകുന്നുണ്ട്. ഇന്ന് കൺമുമ്പിൽ കണ്ട ആ കാഴ്ച ഒന്നുകൂടി മനസ്സിലേക്ക് ഓടിയെത്തിയപ്പോൾ കാശി ആക്സിലേറ്ററിൽ കാലമർത്തി. മുന്നിൽ കാണുന്ന അഗാധമായ കൊക്കയുടെ വക്കോളം എത്തിയ അവന്റെ വണ്ടി മോനെ എന്നൊരു വിളികേട്ട പോലെ ബ്രേക്കിൽ കാലമർത്തി. ഒരു ഞരക്കത്തോടെ വണ്ടി ആ പാറക്കല്ലിൽ തട്ടി നിന്നു. മുന്നിലായി ഭയം വിളിച്ചോതുന്ന ഭീകരമായ ഒരു ഗർത്തം. ഒരു നിമിഷം തെറ്റിയിരുന്നെങ്കിൽ അഗാധമായ ആ കൊക്കയിലേക്ക്. ഒരു നിമിഷം തനിക്ക് തോന്നിയ ആ ബുദ്ധിശൂന്യതയോർത്ത് അവൻ സ്റ്റെയറിംഗിൽ മുഖം അമർത്തി കിടന്നു. മോനെ ദേവാ, അമ്മ വിളിക്കും പോലെ, ഒരു കയ്യിൽ വാക്കിംഗ് സ്റ്റിക്കും പിടിച്ച് തന്നോട് അരുതേ എന്ന് പറയും പോലെ. എന്നെ വിട്ട് പോവല്ലേടാ എന്ന് കെഞ്ചും പോലെ. അമ്മാ. അവനൊരു ക്ഷമാപണം പോലെ ഒന്ന് തേങ്ങിക്കൊണ്ട് വീണ്ടും സ്റ്റിയറിംഗിലേക്ക് തന്നെ വീണു. കുറച്ചു നേരം കൂടി അങ്ങനെ കിടന്നു. ചീവീടുകളുടെ ശബ്ദം മാത്രം മുന്നിട്ട് നിൽക്കുന്ന താഴ്വാരത്ത് അവനും വണ്ടിയും മാത്രം. കുറച്ചകലെ താഴെ വണ്ടികൾ കടന്നു പോകുന്ന ശീൽക്കാര ശബ്ദം. ശാന്തമായ കുളിർക്കാറ്റ് ആ താഴ്വരയാകെ ചുറ്റി നടക്കുന്നുണ്ട്. അവൻ താഴെ കിടക്കുന്ന ബോട്ടിലുകളിൽ കൈകൊണ്ട് പരതി. എല്ലാം കാലിയാണെന്ന് കാണുകയെ ദേഷ്യം കൊണ്ട് വീണ്ടും മുഷ്ടി സ്റ്റിയറിംഗിൽ ഇടിച്ചു. അപ്പോഴും കണ്ണിൽ കണ്ട ആ ദൃശ്യം അവന് വീണ്ടും ഭ്രാന്ത് പിടിപ്പിച്ചു. അവനും അവളും ഏവർക്കും മുമ്പിൽ താൻ അപമാനിതനായ ആ രംഗം മനസ്സിലേക്ക് ഓടിയെത്തിയപ്പോൾ കണ്ണുകൾ രണ്ട് ഇറുക്കി അടച്ചു. അവൾ കാവ്യ, തന്റെ അമ്മായിയുടെ മകൾ. എല്ലാവരെയും സമ്മതത്തോടെ തന്നെ തങ്ങളുടെ മനസ്സമ്മതം കഴിഞ്ഞതാണ്. അന്നു മുതൽ അവൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ മനസ്സിൽ. ഓരോ ഓർമ്മകളുമായി വീണ്ടും അവനെ വരിഞ്ഞു മുറുക്കി. കാശിദേവ്, കൽപ്പമംഗലം തറവാട്ടിലെ പ്രതാപിന്റെയും ശ്രീദേവിയുടെ ഏക മകൻ. 5 വർഷം മുമ്പുണ്ടായ ഒരു ആക്സിഡന്റിൽ അച്ഛൻ പ്രതാപ് മരണപ്പെടുകയും അമ്മ ശ്രീദേവിക്ക് സാരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തു. അച്ഛനുണ്ടാക്കിയ പ്രതാപം ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് എന്ന വലിയ ബിസിനസ് ലോകം അങ്ങനെ മകൻ കാശിദേവിന്റെ ചുമതലയിലായി. അയർലൻഡിൽ ബിസിനസ് സ്റ്റഡീസ് പൂർത്തിയാക്കി അവൻ നേരെ ബിസിനസ് വേൾഡിലേക്ക് കാലുകുത്തി. കഠിനമായ അധ്വാനവും ഫീൽഡ് വർക്കുകളും കൊണ്ട് പ്രതാപം ഇൻഡസ്ട്രീസ് വീണ്ടും പഴയ പ്രൗഢിയോടെ മുന്നോട്ട് കുതിച്ചു. കൽപ്പമംഗലം ഒരു ചെറിയ കൂട്ടുകുടുംബമാണ്. പ്രതാപന്റെ അമ്മ സൗദാമിനിയും അനിയനും ഭാര്യയും ഏകമകൾ തനൂജ എന്ന തങ്കവും പിന്നെ കാശിയും അമ്മയും അവരാണ് നിലവിലെ അംഗങ്ങൾ. ഇപ്പോൾ കുറച്ചായി പ്രതാപന്റെ പെങ്ങൾ അംബികയും മകൻ അരുണും മകൾ കാവ്യ അവിടെ തന്നെയാണ്. അരുൺ അധികമൊന്നും തറവാട്ടിലുണ്ടാവാറില്ല. അംബിക കുറെ കാലമായി ഗൾഫിലായിരുന്നു. അവിടെ നിന്നാണ് അവരുടെ ഭർത്താവ് ഹൃദയാഘാതം വന്ന് മരിച്ചത്. പിന്നീട് തറവാട്ട് സ്വത്തിൽ നിന്ന് അവർക്കുള്ള വീതിച്ചു കൊടുക്കാൻ നിൽക്കുമ്പോഴാണ് അംബിക ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞത്. കുറച്ചു കാലം നാട്ടിൽ അമ്മയുടെ കൂടെ നിൽക്കണമെന്ന്. പിന്നെ അവരുടെ ആഗ്രഹത്തോട് ആരും എതിർപ്പൊന്നും പറഞ്ഞില്ല. അരുണാണെങ്കിൽ അവന്റെ ബിസിനസ്സുമായിട്ട് അധികവും ഗൾഫിൽ തന്നെയാണ്. കാശിക്ക് തന്റെ വീടും കുടുംബവും ഏറെ പ്രിയപ്പെട്ടതാണ്. ചെറിയച്ഛനും ചെറിയമ്മയും തങ്കവും മുത്തശ്ശിയും പിന്നെ അമ്മയും താനും. വാക്കിംഗ് സ്റ്റിക്കിൽ നടക്കുന്ന തന്റെ അമ്മയുടെ ഒരു വശത്ത് താനാണെങ്കിൽ മറുവശത്ത് ചെറിയമ്മയുണ്ടാവും. അന്ന് അച്ഛന്റെ ജീവനെടുത്ത ആക്സിഡന്റിൽ അരക്ക് താഴെ തളർന്ന് 2 വർഷത്തോളം ചികിത്സയിലായിരുന്നു അമ്മ. കാശിയുടെ പരിചരണവും മികച്ച ചികിത്സയും ഫിസിയോതെറാപ്പിയും പതിയെ ഫലം കണ്ടു. അവർ കുറച്ചായി എഴുന്നേറ്റ് തുടങ്ങി. ഇപ്പോൾ സദാ കയ്യിലൊരു വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ടെന്ന് മാത്രം. അംബികയുടെ മകൾ കാവ്യ തന്റെ പഠനമെല്ലാം കഴിഞ്ഞ് പ്രതാപ ഇൻഡസ്ട്രീസിൽ ജോലി കയറിയിട്ടുണ്ട്. കാശിയുമായി കാവ്യയുടെ വിവാഹം സൗദാമിനി അമ്മയുടെയും അംബികയുടെയും വലിയ ആഗ്രഹമായിരുന്നു. അതിനുകൂടി തന്നെയായിരുന്നു അവർ നാട്ടിലേക്ക് സെറ്റിലായത്. എന്നാൽ അവരുടെ തീരുമാനം ശ്രീദേവിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ താൻ ഇത്രയും വയ്യാതായ അവസ്ഥയിൽ പോലും തന്റെ കൂടെ ഉണ്ടായിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ നിരസിക്കാനും വയ്യായിരുന്നു. മുത്തശ്ശി അംബിക ഈ വിവാഹത്താണ് നിശ്ചയിച്ചുറപ്പിച്ച പോലെയായിരുന്നു. എല്ലാവരും കാശിയോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഓക്കെ എന്ന് അവനും പറഞ്ഞു. മുത്തശ്ശി ഇന്നവരാരും എതിർത്ത് പറയാത്തതുകൊണ്ട് ശ്രീദേവിക്കും പിന്നീട് അവിടെ ഒരു അവസരം ഉണ്ടായില്ല. പിന്നെ കാവ്യക്കും പുറമെ പറയത്തക്ക കുറ്റങ്ങളൊന്നുമില്ല. കുറച്ച് മോഡേണായ തുറന്ന പ്രകൃതിക്കാരിയായിരുന്നു അവൾ. ആർക്കും എതിർപ്പില്ലാത്തതുകൊണ്ട് 2 മാസം മുമ്പ് നിശ്ചയവും നടത്തി. ആ ഒരു സ്വാതന്ത്ര്യത്തിൽ പലപ്പോഴും കാവ്യ അതിരുകടന്നു. വിവാഹം കഴിഞ്ഞ പോലെയുള്ള അവിടെ കൊഞ്ചലും പ്രവൃത്തികളെല്ലാം കൂടി നല്ല പക്വതയോടെ കാശി കൈകാര്യം ചെയ്തു. വിവാഹം കഴിയുന്നവരെ ഒരിക്കലും അതിരുകടക്കരുതെന്ന് അവന് നിർബന്ധമായിരുന്നു. വിവാഹ ജീവിതവും തന്റെ പാതിയും അത്രമേൽ പരിശുദ്ധമാണെന്ന് അവന്റെ അമ്മയിലൂടെ അവൻ കണ്ടുപിടിച്ചു. അച്ഛൻ മരിച്ചിട്ടും ആ താലിയും സിന്ദൂരവും അത്രമേൽ ഭംഗിയിലിട്ട് നടക്കുന്ന തന്റെ അമ്മ ശ്രീദേവി പ്രതാപ് അതിനൊരു ഉത്തമ ഉദാഹരണമായിരുന്നു. അമ്മയുടെ താല്പര്യക്കുറവ് അവനും അറിയാമായിരുന്നു. വിവാഹമാകുമ്പോഴേക്കും അതുകൂടി പൂർണ്ണമായും പരിഹരിച്ചിട്ട് അവളുമായി ഒരുമിച്ച് ജീവിതം ഉണ്ടാകുമെന്ന് അവന് നിശ്ചയിച്ചിരുന്നു. പക്ഷേ കാശി അവളെ സ്നേഹിച്ചു തുടങ്ങി. എല്ലാത്തിലുപരി തന്റെ കുടുംബത്തിന് വേണ്ടി അവൻ അവളെ തന്റെ പാതിയായി അംഗീകരിച്ചു തുടങ്ങി. 1 വർഷം കഴിഞ്ഞു മതി വിവാഹമെന്ന് കാവ്യയാണ് നിർബന്ധം പിടിച്ച്.
ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് കാശിയും തിരക്കായതിനാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് എല്ലാവരും പറഞ്ഞു. എന്നാലും ശ്രീദേവിക്ക് മാത്രം എന്തോ ഒരു വാട്ടം പോലെ കാശിക്ക് ഇടയ്ക്കിടെ തോന്നിയിരുന്നു. അമ്മ പൂർണ്ണ മനസ്സോടെയല്ലേ ഈ വിവാഹത്തിന് സമ്മതിച്ചെന്ന് അവൻ ഇടയ്ക്കിടെ ശ്രീദേവിയോട് ചോദിക്കും. അതിന് അവരൊരു ചെറു ചിരിയോട് അവന്റെ നെറുകയിൽ തലോടും. ഇനി താനായിട്ട് ഈ കുടുംബത്തിൽ മുത്തശ്ശി എതിർത്ത് പറയേണ്ടെന്ന് അവരും മനസ്സിൽ കരുതിയിരുന്നു. ചെറിയച്ഛൻ്റെ മകൾ തനൂജ എന്ന തനുവാണ് ആ വീട്ടിൽ പിന്നെ കാശിയുടെ ഏറ്റവും അടുത്തവൾ. എല്ലാത്തിനും അവന് കട്ട സപ്പോർട്ടായി നിൽക്കുന്ന അവന്റെ മാത്രം തങ്കുവിന് കാവ്യെ ഇഷ്ടമല്ല. നമ്മളുമായിട്ടൊരു മിങ്കിളല്ല അവൾ. പിന്നെ തന്റെ സ്റ്റാറ്റസ് കണ്ടിട്ടാണ് അമ്മായി മോൾ വിവാഹത്തിന് ഒരുങ്ങുന്നതെന്നും തക്കം കിട്ടുമ്പോഴൊക്കെ അവൾ കുത്തി പറയും. എന്റെ കാശിക്ക് നമ്മുടെ ദേവമ്മയെ പോലെ ഒരു പൂച്ചക്കുട്ടി മതി എന്നാണ് അവളുടെ ആഗ്രഹം. ശ്രീദേവി അവൾ ദേവമ്മയെന്നാണ് വിളിക്കുന്നത്. എന്നാൽ കാശി ഇതെല്ലാം ഒരു പുഞ്ചിരിയോടെ കേട്ടിരിക്കും. ദുബായിൽ നിന്ന് അരുണിന് 2-3 ഫ്രണ്ട്സുകൾ നാട്ടിലെത്തിയ ദിവസമായിരുന്നു ഇന്ന്. 2-3 ദിവസം അവരിനി ഇവിടെ ഉണ്ടാവും. അടുത്ത ഞായറാഴ്ച നടക്കുന്ന കാവിലെ ഉത്സവം എഴുന്നള്ളത്തും ഒക്കെ കാണാനായിട്ടാണ് അവർ വന്നത്. കാശി രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങാൻ നേരമാണ് അവർ വന്നത്. എല്ലാവരെയും പരിചയപ്പെട്ട് അകത്തേക്ക് ഇരുത്തിയിട്ടാണ് അവൻ ഓഫീസിലേക്ക് ഇറങ്ങിയത്. കാവ്യ തലവേദനയാണെന്നും പറഞ്ഞ് ഇന്ന് ലീവാണ്. അല്ലെങ്കിൽ അവൾ എൻ്റെ കൂടെയല്ല ഓഫീസിൽ വരാറുള്ളത്. ഞാൻ കൊണ്ടുപോകാറുമില്ല. താൻ തൻ്റെ വണ്ടിയിൽ വന്നാൽ മതി, ഒന്നിച്ചുള്ള വരവും പോക്കൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് മതിയെന്ന് അവൻ പറയും. താൻ അവളെ താലിയണിച്ച് സ്വന്തമാക്കും വരെ ഒരു നോട്ടം കൊണ്ടുപോലും കളങ്കപ്പെടുത്തില്ലെന്ന് അവനും തീരുമാനിച്ചു. എന്നാൽ ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ ഒരുപാട് കാത്തിരിക്കുന്നുണ്ടെന്ന് അവളോട് ഇടയ്ക്കിടെ പറയുമായിരുന്നു. അന്ന് ഓഫീസിൽ ഒരുപാട് വർക്കുകളുള്ളതിനാൽ ലേറ്റ് ആവുമെന്നും ഇന്ന് വീട്ടിൽ വരില്ല, ഇവിടെ ഫ്ലാറ്റിൽ നിൽക്കുകയാണെന്നും അമ്മയോട് രാത്രി തന്നെ വിളിച്ചറിയിച്ചിരുന്നു. പറഞ്ഞ പോലെ തന്നെ വർക്കുകൾ ഷെഡ്യൂൾ ചെയ്ത് തീർന്നപ്പോഴേക്കും നേരെ ഒരുപാടായി. മാനേജർ ഫിലിപ്പിനോട് നന്നായിട്ട് ഉറങ്ങിയിട്ട് നാളെ പതിയെ ഇറങ്ങിയാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞ ശേഷം വേഗം വണ്ടിയിൽ കയറി തൊട്ടടുത്ത് എൻ്റെ ഫ്ലാറ്റിലേക്ക് വിട്ടു. ഫ്ലാറ്റിന്റെ മുമ്പിലെത്തിയപ്പോഴാണ് കീ എടുത്തിട്ടില്ലെന്ന കാര്യം ഓർത്ത് ഷിറ്റ് അവനൊരു ദേഷ്യത്തോടെ നെറ്റിയിലൊന്ന് അടിച്ചു. ഇനി എന്ത് ചെയ്യും? വീട്ടിലേക്ക് മടങ്ങിയെന്നേ. അവൻ ഫോൺ എടുത്ത് നോക്കി. സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. തറവാട്ടിലാണെങ്കിൽ എല്ലാവരും കിടന്നിട്ടുണ്ടാവും. അവൻ വേഗം തങ്കു എന്ന നമ്പർ എടുത്തൊരു മെസ്സേജ് ഇട്ടു. പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്തു. താൻ ഉറങ്ങിയോ? അവൻ ടൈപ്പ് ചെയ്തു. ഇല്ല കാശി, എന്തു പറ്റി? എടാ ഫ്ലാറ്റിന്റെ കീ എടുത്തില്ല, അങ്ങോട്ട് വന്ന വാതിൽ തുറന്നിരുമോ? നീ പറ, നിനക്ക് വാതിലോർക്കാനല്ലേ നിന്റെ തങ്കുയുടെ എന്ന് റിപ്ലൈ വന്നു. അവനൊരു ചിരിയോടെ ഫോൺ പോക്കറ്റിലിട്ട് തിരിച്ച് വണ്ടിയിലേക്ക് തന്നെ നടന്നു. ഇന്ന് ഈ സമയത്ത് പെണ്ണ് ഉറങ്ങിയിട്ടില്ല. ചിലപ്പോൾ ഫോണിൽ നോക്കി കിടക്കുന്നുണ്ടാവും, ചിലപ്പോൾ പഠിക്കും. ഒന്നുകിൽ ഉച്ച സമയത്ത് വെട്ടിയിട്ട പോലെ കിടന്നുറങ്ങുന്ന കാണാം, അല്ലെങ്കിൽ രാത്രി 8 മണിക്ക് മൂടിപ്പോച്ച് കിടക്കുന്നുണ്ടാവും. എന്നിട്ട് 10-നും 12-നും ഇടയിൽ എണീറ്റിരുന്ന് പഠിപ്പ്. അങ്ങനെയൊക്കെയാണ് അവളുടെ ശീലങ്ങൾ. താനൊരു റെയർ കേസാണെന്ന് അവളോട് പറയാറുണ്ട്. ഒരു ചെറു ചിരിയോട് അവൾ ഓർത്തുകൊണ്ട് അവൻ വേഗം വണ്ടി സ്റ്റാർട്ടാക്കി വീട്ടിലെത്തി പോർച്ചിൽ വണ്ടി നിർത്തി. എന്താ കുഞ്ഞിന്ന് വരില്ലെന്ന് പറഞ്ഞിട്ട് പുറത്തെ ഔട്ട് ഹൗസിൽ നിന്ന് കുഞ്ഞ് രാമേട്ട ഇറങ്ങി വന്നു. കുറച്ച് തിരക്കായിരുന്നു രാമേട്ട. ഫ്ലാറ്റിന്റെ ചാവി എടുത്തുമില്ല. ഏട്ടൻ പോയിക്കോ, തങ്കു വാതിൽ തുറന്നിരും. അയാളും തലകുലുക്കിക്കൊണ്ട് തോളിലേക്ക് ഇട്ടുകൊണ്ട് തിരിച്ചു കിടന്നു. കാശി വേഗം ഫോൺ എടുത്ത് തങ്കുവിന്റെ നമ്പറിലേക്ക് അടിച്ചു. അവള് വേഗം വന്ന് വാതിൽ തുറന്നു. കാശി, നീ കഴിച്ചോടാ? നീ കിടക്കാനായില്ലേ? ഞാൻ കിടന്നായിരുന്നു. കുറച്ചു മുമ്പ് അലാറം വെച്ച് എഴുന്നേറ്റു. ഇനി കുറച്ചു നേരം പഠിക്കട്ടെ. അവൻ അതിനൊന്ന് മൂളിക്കൊണ്ട് മുകളിലേക്ക് സ്റ്റെപ്പ് കയറി. ഗസ്റ്റൊക്കെ എവിടെ? മുകളിലുണ്ട്. ഇപ്പോഴൊന്ന് കിടന്നു വന്നു. മുകളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ഈ അരുണേട്ടൻ എന്തിന്റെ കേടാ? എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. പുറത്ത് നമ്മുടെ ഫ്ലാറ്റിൽ എവിടെ നിന്നൂടെ? തങ്കു ദേഷ്യത്തോടെ ചോദിച്ചു. അതെന്താടി? എനിക്കെന്തോ അമ്മാർ അത്രയ്ക്ക് അങ്ങ് പിടിച്ചില്ല. അപ്പോഴും അവരോടുള്ള കാവ്യയുടെ അതിരിവിട്ട സമീപനവും തങ്കു അവനോട് പറഞ്ഞില്ല. പറഞ്ഞാൽ അവനതൊരു ചെറിയ ഒതുക്കുമെന്ന് അവൾക്കറിയാം. എന്റെ തങ്കു അവരെല്ലാം കുറച്ചു ദിവസത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് വന്നവരല്ലേ. അതുകൊണ്ട് നീ ഒന്നും കാര്യം കണ്ട. അമ്മ എന്തേ, ഉറങ്ങിയോ? ഉറങ്ങി. നീ വരുന്ന അറിയില്ലല്ലോ ആർക്കും. എന്നോക്കെ, ഗുഡ് നൈറ്റ്. അവനവളെ നോക്കിക്കൊണ്ട് കണ്ണി ചെമ്മി മുകളിലേക്ക് കയറി. മുകളിലത്തെ ഏറ്റവും അറ്റത്തെ റൂമാണ് അരുണിൻ്റേത്. കയറി ചെല്ലുന്നിടത്ത് തന്നെ കാശിയുടെ റൂം. അതിന് ഓപ്പോസിറ്റാണ് ഗസ്റ്റ് റൂം. കാവ്യയുടെ റൂം താഴെയാണ്. അമ്മായി അധികവും മുത്തശ്ശിയുടെ കൂടെയാണ് കിടക്കാറ്. മുകളിൽ ഹാളിലെത്തിയപ്പോൾ തന്നെ ഗസ്റ്റ് റൂമിൽ നിന്നെന്തോ പതിഞ്ഞ സംസാരം കേൾക്കുന്നുണ്ട്. വാതിലിനുള്ളിലൂടെ വെളിച്ചവും കാണുന്നുണ്ട്. കാശി അവിടേക്ക് നോക്കിക്കൊണ്ട് വേഗം തന്നെ റൂമിന്റെ വാതിൽ തുറക്കാനാഞ്ഞതും എന്തോർത്ത പോലെ ഗസ്റ്റ് റൂമിന്റെ മുമ്പിലേക്ക് വീണ്ടും വന്ന് നോക്കി. കാവ്യ രാത്രി ഉപയോഗിക്കുന്ന പോലെയുള്ള ഒരു വൈറ്റ് ചപ്പൽ റൂമിന് മുമ്പിൽ കിടക്കുന്നുണ്ട്. അവനൊന്നുകൂടെ അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. റൂമിൽ ചെറിയ വെളിച്ചം മാത്രമേ ഉള്ളൂ. വേഗം ഹാളിൽ ലൈറ്റ് ഇട്ടു. അത് അവളുടെ ചപ്പൽ തന്നെയാണ്. സാധാരണ രാത്രി അധികം ലേറ്റ് ആവാത്ത ദിവസങ്ങളിൽ അവളോടൊരു ഗുഡ് നൈറ്റ് പറയാൻ റൂമിലേക്ക് കയറാറുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ ചപ്പലും നൈറ്റ് സ്യൂട്ടൊക്കെ തനിക്ക് കണ്ടാലറിയാം. അവൻ കണ്ണൊന്ന് ചുരുക്കിക്കൊണ്ട് കയ്യിൽ ലാപ്പടങ്ങിയ ബാഗ് ഹാളിലേക്ക് ഇട്ടുകൊണ്ട് ആ റൂമിന് നേരെ നടന്നു. ചെറി വിട്ട്, എനിക്ക് പോണം. ആരെങ്കിലും കണ്ട? ഏയ് കമോൺ ഡാർലിംഗ്, ആര് കാണാനാ? സാനല്ലേ പറഞ്ഞ തന്നെ ആ മാറ്റവൻ. അവനിന്ന് വരുന്നില്ലെന്ന് ഉള്ളിൽ ജെറിയുടെ ആടിക്കുഴഞ്ഞുള്ള സംസാരം. ജെറി, അവൻ വരില്ല, പക്ഷെ വേറെ ആരെയും കണ്ട? അകത്ത് കാവ്യയുടെ പതിഞ്ഞ സംസാരം. ഏയ് ബേബി, ആരും അറിയില്ല ബേബി,
അല്ലെങ്കിലും നമ്മളിത് ആദ്യമായിട്ടൊന്നല്ലല്ലോ. പിന്നെ താൻ എന്തിട്ട് അവന്റെ കൂടെ ഒരു വിവാഹം എന്നും പറഞ്ഞു. ജെറിയുടെ പുച്ഛ സ്വരത്തിലുള്ള സംസാരം. എന്ത് പറയാനാ ജെറി, അമ്മയെ എതിർക്കാൻ എനിക്കാവില്ല, നിന്നെ മറക്കാനും. സോ നിനക്കറിയില്ലേ കാശി, ഈസ് എ റിയൽ ജെന്റിൽമാൻ ആൻഡ് മൈ പോക്കറ്റ് മണി. എനിക്ക് അവന് വേണം, പക്ഷെ നിന്നെ മറക്കാനും കഴിയില്ല. തന്റെ മുമ്പിൽ പാതി തുറന്ന വാതിലൂടെ വെളിവായ സംസാരം കാശി ആ നിശബ്ദതയിൽ നന്നായി കേട്ടു. അവന്റെ കണ്ണിൽ വെള്ളം നിറയുകയും കൈമുഷ്ടി അമർത്തി ചുരുട്ടുകയും അണപ്പള്ളി ഞെരിച്ച് അമർത്തുകയും ചെയ്തു. തന്റെ മുന്നിൽ ആ വാതിൽ അവനൊരു കാലുകൊണ്ടൊരു ഒറ്റ തള്ളായിരുന്നു. വലിയൊരു ശബ്ദത്തോടായി സുമരി ചിന്തിച്ചു. റൂമിനുള്ളിൽ ചെറിയുടെ മടിയിലേക്ക് ചാഞ്ഞുകൊണ്ട് കാവ്യ, അഴിഞ്ഞുലഞ്ഞ മുടിയും വസ്ത്രങ്ങളും. പുറത്ത് തങ്ങളെ തന്നെ നോക്കിയിരിക്കുന്ന കാശിയെ കണ്ട് കാവ്യ സർവ്വം തളർന്ന പോലെ നിന്നു. വിറക്കുന്ന മുഖമായി തങ്ങളെ തന്നെ നോക്കിയിരിക്കുന്ന അവന്റെ മുഖഭാവം കണ്ട് കാവ്യ വിളറിപ്പോയി. കാശി, ഞാൻ... ആൾ വേഗം തന്നെ ഡ്രസ്സ് ശരിയാക്കൊണ്ട് അടുത്തേക്ക് വന്നു. പന്ന പുന്നാര മോളെ, ചാതിക്കായിരുന്നു റെഡി നീ എന്നെ. അവനൊരു കൈ കൊണ്ട് അവളെ കഴുത്തിൽ പിടിച്ചു. അപ്പോഴേക്കും താഴെ റൂമിലേക്ക് പോകാൻ നിന്ന് തങ്കു മേലെ ശബ്ദം കേട്ട് കാശി എന്തായെന്ന് പറഞ്ഞ് മുകളിലേക്ക് ഓടി വന്നിരുന്നു. കാശി, കാശി ലീവ് ഹെർ. ബോധം വന്ന ചെറിയ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഓടി വന്നവന്റെ കൈ പിടിച്ചു. തന്റെ കയ്യിൽ വന്ന് പിടിച്ച ചെറിയ നോയിക്കൊണ്ട് അവൻ കാവ്യയുടെ കഴുത്തിൽ പിടിവിട്ട് അവനെ ആഞ്ഞു തള്ളി. ആ തള്ളലിൽ അവൻ നേരെ റൂമിന്റെ വാതിലേക്ക് പുറമിടിച്ച് വീണു. അപ്പോഴേക്കും തങ്കുവിന്റെ ഏട്ടാവിളിയും മേലടിയുടെ ശബ്ദങ്ങൾ കേട്ട് എല്ലാവരും ഉണർന്നിരുന്നു. ചെറിയമ്മയും ചെറിയച്ഛനും എന്തായെന്ന് പറഞ്ഞ് മുകളിലേക്ക് ഓടിയപ്പോൾ സ്റ്റെപ്പ് കയറാനാവാതെ മുത്തശ്ശിയും ശ്രീദേവിയും താഴെ നിന്ന് ബഹളം വെച്ചു. കാശി വീണു ദേഷ്യത്തോടെ ജെറിക്ക് നേരെ നടന്നു. തൊട്ടുപോരുന്നവനെ. മുന്നിൽ വീറോടെ കാവ്യ കയറി നിന്നു. ഇനി അവനെ തൊട്ടാ. കാവ്യ കാശിക്ക് നേരെ കൈ ഉയർത്തി. നിങ്ങൾ കണ്ടൊക്കെ സത്യ, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. നിങ്ങൾ വിവാഹം കഴിച്ചാൽ എനിക്കവനെ മറക്കാനാവില്ല. അവൾ കത്തുന്ന കണ്ണുകളോടെ കാശിയെ നോക്കി. ഛേ! അവനൊരു വെറുപ്പോടെ മുഖം തിരിച്ചു. പിന്നാലെ വന്ന തങ്കുവിനും ചെറിയച്ഛനും ചെറിയമ്മക്കും അമ്മായിക്കും ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായി. തങ്കുവിന്റെയും ചെറിയമ്മയുടെയും മുഖത്ത് ഒരു ആശ്വാസത്തിന്റെ ചിരി വിരിഞ്ഞു. അമ്മായി മാത്രം സർവ്വം തകർന്ന് നിൽക്കുന്നുണ്ട്. ഇനിയും താൻ മിണ്ടാതിരുന്നാൽ തന്റെ മനസ്സിലെ പ്ലാനുകളെല്ലാം പൊളിയുമെന്നോർത്തുകൊണ്ട് അവർ തൽക്കാലം ഒന്നും അറിയാത്ത പോലെ നിന്നു. എടി ഒരുപെട്ടവളെ, നീ ഇത് എന്ത് ഭാവിച്ചാ? അവർ ഓടി വന്ന് കാവ്യയുടെ മുഖത്ത് ആഞ്ഞു തല്ലി. ഇനി അവൾ അടിക്കാൻ നിന്ന അമ്മായിയെ ചെറിയമ്മയും ചെറിയച്ഛനും പിടിച്ചു. അപ്പോഴേക്കും അടുത്ത റൂമിൽ നിന്ന് അരുണും വേറെ കൂട്ടുകാരനും കൂടി ഇറങ്ങി വന്നു. കാശിയുള്ളിലെ സങ്കടം അത്രമേൽ വാശിയോടെ മറച്ചു വെച്ചു. അത്രമേൽ സ്നേഹിച്ചവളാണ്. 4 ആൾക്ക് മുമ്പിൽ വെച്ച് മനസ്സമ്മതം നടത്തി മോതിരം കൈമാറിയവളാണ്. തന്നെ ഇത്രമേൽ തളർത്തുന്ന ഒരു പ്രവൃത്തി അവൾ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല. അവൻ തകർന്ന മനസ്സോടെ ഓർത്തു. എല്ലാവർക്കും ആ ഒരു നിമിഷം എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. മോനെ എന്ന് താഴെ അമ്മയുടെയും മുത്തശ്ശിയുടെയും വിളി കേൾക്കുന്നുണ്ട്. ഒരു നിമിഷം സംയമനം വീണ്ടെടുത്ത പോലെ അവൻ കാവ്യക്കടുത്തേക്ക് നടന്നു. അവളുടെ കൈ വലിച്ചെടുത്ത് വിരലിൽ നിന്ന് താനണീച്ച ആ മോതിരം ഊരിയെടുത്തു. പിന്നെ അവളെ തന്നെ നോക്കിക്കൊണ്ട് തന്റെ വിരലിലെ മോതിരം ഊരി അവൾക്ക് നേരെ എറിഞ്ഞു. ഈ ബന്ധം ഇവിടെ അവസാനിച്ചു. നൗ യു കാൻ ലിവ് വിത്ത് ഹിം. ആള് നോക്കി തെല്ലും പതരാതെ അവൻ പറഞ്ഞു. വല്ലാത്തൊരു നഷ്ടബോധം കാവ്യക്ക് ഉള്ളിലുണ്ടെങ്കിലും ഇനിയൊന്നും പറയാനില്ലാത്ത പോലെ അവൾ തലകുനിച്ചു. അയ്യോ മോനെ കാശി, ഇങ്ങനെയൊന്നും പറയല്ലേടാ. അമ്മായി നെഞ്ചത്തടിച്ചു. പിന്നെ അവനെ എന്ത് ചെയ്യണം അംബികെ? തന്റെ മകളുടെ തോന്നിയാസിന് ഞങ്ങളെല്ലാവരും നിന്നിരണമെന്നോ? നീ അവള് പറഞ്ഞു കേട്ടില്ലേ അവര് തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്? എന്തായാലും വിവാഹമൊന്നും കഴിയാത്തത് നന്നായി. അല്ലെങ്കിൽ എന്റെ കാശി എന്ത് ചെയ്യായിരുന്നു? ഇനി ഇവരുടെ വിവാഹം നടക്കട്ടെ. ചെറിയച്ഛൻ തന്റെ പെങ്ങളെന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് താഴോട്ട് ഇറങ്ങിപ്പോയി. എടി അംബിക അവൾ എത്ര ശകാരിച്ചിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. അരുണാണെങ്കിൽ ചെറിയോടൊന്നും പറയാനാവാത്ത അവസ്ഥ. ദുബായിൽ തന്നെ ബിസിനസ്സിലെ വലിയൊരു പാർട്ട്ണറാണ്. അവന് കാവ്യയോടുള്ള താല്പര്യം മനസ്സിലായിട്ടുണ്ട്. കാവ്യക്കും അങ്ങനെയുണ്ടെന്ന് അറിയാം. പിന്നെ അമ്മ പറഞ്ഞാൽ ഒന്നും കാണാൻ നിന്നു. കാശി തന്റെ റൂമിൽ കയറി ദേഷ്യത്തോടെ വാതിൽ വലിച്ചടച്ചു. അവരുടെ സംസാരം വീണ്ടും വീണ്ടും കാതിൽ മുഴങ്ങുന്നു. കൺമുമ്പിൽ അവന് വിധേയായി നിൽക്കുന്ന കാവ്യയുടെ ചിത്രം. അവൻ ദേഷ്യത്തോടെ തിരിച്ചിരുന്ന വേസ്റ്റ് കോട്ട് ഊരിയെറിഞ്ഞു. ശേഷം കീ ഓർഡറിൽ തന്റെ വണ്ടിയുടെ കീയും ഫ്ളാറ്റിന്റെ കീയും വലിച്ചെടുത്ത് താഴേക്ക് ഇറങ്ങി. താഴെ വരുമ്പോൾ തന്നെ കണ്ടു ചെറിയമ്മയുടെ ചുമലിൽ തലവെച്ച് കരയുന്ന തന്റെ അമ്മയെ. മോനെ. അവനെ കണ്ടപാടെ അവരെഴുന്നേറ്റ് അവൻ അരികിലേക്ക് നടന്നു. മോനെ പോട്ടെടാ. അവർക്ക് അവനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. നിങ്ങൾ കിടന്നു, എനിക്ക് ഒരു സമയം ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം. അവൻ അതും പറഞ്ഞ് വാതിൽ തുറന്ന് വേഗം കാർ പോർച്ചിലേക്ക് നടന്നു. മോനെ എന്ന് വിളിച്ച് ശ്രീദേവി പിന്നാലെ പോയെങ്കിലും തങ്കു അവരെ തടഞ്ഞു. പോർച്ചിൽ കിടന്ന് തന്റെ 4x4 ലാൻഡ് ക്രൂയിസറിലേക്ക് കയറി സ്റ്റാർട്ട് ചെയ്തു. വല്ലാത്തൊരു ഇരമ്പലോട് അത് പടികടന്ന് പോയി. തങ്കുവിനറിയാം ആ വല്ലാതെ ഡിസ്റ്റർബ് ആവുന്ന സന്ദർഭങ്ങളിൽ അവന്റെ സന്താ സഹചാരിയാണ് ഈ വണ്ടിയെന്ന്. ഇനി അതിന്മേൽ 2 റൗണ്ട് വല്ല കാട്ടിലോ മേട്ടിലോ കുന്നിൻ മുകളിലോ കയറിയിറങ്ങിയാൽ മാത്രമേ ഈ സങ്കടം മാറുകയുള്ളൂ. അത് മറ്റാരെക്കാൾ അവൾക്ക് അറിയാവുന്നതാണ്. വീട്ടിലെല്ലാവർക്കും പൊതുവെ അവന്റെ ഈ ഓഫ് റോഡ് അഡ്വഞ്ചർ ഭയങ്കര പേടിയാണ്. എന്നാൽ തനിക്കാണെങ്കിൽ അതിനോളം ഇഷ്ടം വേറൊന്നുമില്ല. താൻ മാത്രമാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. വല്ലാതെ കെഞ്ചുമ്പോൾ തന്നെയും കൊണ്ടുപോകാറുണ്ട്. ഏതെങ്കിലും ഒരു കാട്ടിലോ മലഞ്ചെരുവിലോ ടെന്റ് അടിച്ച് കൂടാറുമുണ്ട്. ചിലപ്പോഴൊക്കെ ഏട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് ക്രിസ്റ്റിയും ഉണ്ടാവും. ക്രിസ്റ്റഫർ IPS, സിറ്റി പോലീസ് കമ്മീഷണർ. മൂപ്പരി ഇപ്പോൾ ഏതോ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി ഡൽഹിയിലാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അവരെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു. തങ്കു അവന്റെ ആ പോക്ക് നോക്കിക്കൊണ്ട് മനസ്സിലോർത്തു.
സാധാരണ പോർച്ചിൽ വണ്ടി ചളിപുരണ്ട് കിടക്കുകയാണെങ്കിൽ തന്നെ അറിയാം രണ്ടും കൂടി എവിടെയെങ്കിലും കുത്തിമറിഞ്ഞിട്ടുള്ള വരവാണെന്ന്. തന്റെ കൺമുമ്പിൽ നിന്ന് വണ്ടി മറിഞ്ഞിട്ടും ശ്രീദേവിയെ ചേർത്ത് പിടിച്ചവൾ. ദേമ വാ, കാശി വന്നോളും, കുറച്ചേരം ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. അവൾ തനിക്കടുത്തായി കരഞ്ഞളന്ന് നിൽക്കുന്ന ശ്രീദേവിയെ സമാധാനിപ്പിച്ചു. പാവ എന്റെ കുട്ടി, ഒരുപാട് സ്നേഹിച്ചിരുന്നു അവളെ. അവർ പദം പറഞ്ഞു. അത് നന്നായും തങ്ങൊരു മനസ്സിലുണ്ടെങ്കിലും അവളത് പുറത്തു പറഞ്ഞില്ല. എല്ലാം താൻ കാരണമാണല്ലോ എന്ന കുറ്റബോധത്തിൽ സോഫയിൽ ഇരിക്കുന്നുണ്ട് മുത്തശ്ശി. തീർന്ന ബോട്ടിലുകൾക്കിടയിൽ ഒരിക്കൽ കൂടി അവർ കൈകൊണ്ടൊന്ന് പരതി. പിന്നെ ഒരു ദേഷ്യത്തോടെ വണ്ടിയുടെ ഡോർ തുറന്ന് വാതിൽ വലിച്ചടച്ചു. തൊട്ടടുത്ത് മുമ്പിൽ അഗാധമായ കൊക്ക. മൂന്നാറിന്റെ മാറിലായി ആരും കാണാതെ എങ്ങനെ കിടക്കുന്ന കാൽവരി മൗണ്ട് എന്ന സുന്ദരി. തന്നെ പോലെ മനസ്സ് തകർന്നവർക്ക് ഒരു നിമിഷത്തിൽ തോന്നാവുന്ന അവിവേകത്തെ കൈനീടി സ്വീകരിക്കാനെന്ന പോലെ താഴെ വശ്യമായൊരു ചിരിയോടെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നവൾ. ഒന്ന് കാലിൽ തെറ്റിയാൽ ഒരു പൊടി പോലും അവശേഷിക്കാത്ത രീതിയിൽ ജീവൻ തട്ടിയെടുത്തു കൊണ്ടുപോകാനായി പതിഞ്ഞിരിക്കുന്നവൾ. നിലാവിന്റെ വെട്ടത്തിൽ ദൂരെ ഏതോ ഒരു നദി കുത്തുവര പോലെ കാണാനുണ്ട്. വീണ്ടും മുന്നിൽ കാവ്യയുടെ അവന്റെ രൂപം, തൊട്ടടുത്ത് മോനെ എന്ന വിളിയുമായി അമ്മയുടെ ചിത്രവും. മേലെ നിലാവിന് ഒന്നുകൂടി വെട്ടം വെച്ച പോലെ ഒരു മഞ്ഞ പ്രകാശം താഴ്വരയൊന്നാകെ ഒന്നുകൂടെ വെളിച്ചമുള്ളതാക്കിയിട്ടുണ്ട്. വീണ്ടും ആ ഒരു ഓർമ്മയിൽ അവൻ ദേഷ്യത്തോടെ തന്റെ തലയിൽ കുരുത്തു വലിച്ചു. കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകിയിറങ്ങി. 2 നിമിഷത്തിന് ശേഷം അവൻ വാശിയോടെ കണ്ണുകൾ അമർത്തി തുടച്ചു. ഇനി കരയില്ലെന്ന് പോലെ. കാരണം താൻ തകർന്നാൽ വീണു പോകുന്ന ഒരു മനസ്സുണ്ട് അവിടെ. തന്റെ അമ്മയുടെ മുഖം വീണ്ടും മനസ്സിലേക്ക് ഓടി വന്നു. ഒരു വാക്കിംഗ് സ്റ്റിക്കിൽ പിടിച്ച് തന്നെ തന്നെ നോക്കി കണ്ണു നിറക്കുന്നവരുടെ മുഖം അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. പെട്ടെന്നാണ് എന്തോന്ന് തന്റെ മുതുകത്തായി വന്ന് ഇടിച്ചു നിന്ന്. അപ്രതീക്ഷിതമായി തന്റെ പിന്നിലായി പതിച്ച ആ ഭാരം കൊണ്ട് കാശിയൊന്ന് മുന്നിലേക്ക് ഉലഞ്ഞുപോയി. പതിയെ കണ്ണു തുറന്നവൻ ആദ്യം കണ്ടത് പിന്നിലൂടെ തന്റെ നെഞ്ചിലായി ചുറ്റി വരിയുന്ന 2 കൈകളാണ്. ആ കൈയിന്റെ ഇറുക്കത്തിൽ നഖം തന്റെ തൊലിയിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ട്. അത്രമേൽ ശക്തിയോടെയാണ് പിടിച്ചിട്ടുള്ളത്. പെട്ടെന്നാണ് അവന് തന്നെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരാളാണെന്ന ബോധം വന്ന്. പ്ലീസ് എന്നെ രക്ഷിക്കണം, അവരെന്നെ കൊണ്ടുപോകും പ്ലീസ്. വീണ്ടും പിന്നിലൂടെ തന്നെ നെഞ്ചിലേക്ക് അമരുന്ന കൈകൾ. തന്റെ മുതിലായി തലവെച്ച് തന്നെ കെട്ടിപ്പുണർന്നിരിക്കുന്ന ആ ശരീരം നന്നായി വിറക്കുന്നുണ്ടെന്ന് അങ്ങനെയുള്ള നിൽപ്പിൽ അവന് നന്നായി മനസ്സിലായി. കുറച്ച് പിന്നിലായി 2-3 കാലടി ശബ്ദം കൂടി കേട്ടപ്പോൾ അവൻ വേഗം തന്നെ ഒരു കൈകൊണ്ട് പിന്നിൽ നിൽക്കുന്നവൾ വലിച്ച് തന്റെ മുമ്പിലേക്ക് ഇട്ടു. തന്റെ വലിയുടെ ശക്തിയിൽ മുമ്പോട്ട് ആഞ്ഞു പോയവളെ അവൻ കൈകൊണ്ട് ഒന്നുകൂടി താങ്ങി നിർത്തി. തലയിലെ തട്ടത്തിനുള്ളിലൂടെ മുടിയാകെ മുന്നിലേക്ക് വീണ് കിടക്കുന്നുണ്ട്. ആകാശത്ത് കാണുന്ന നിലാവും തോറ്റുപോകുന്ന ഒരു മുഖം. ഒറ്റ നോട്ടത്തിൽ കാശിക്ക് അങ്ങനെയാണ് തോന്നിയത്. കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു പെണ്ണ്. അവൾ 2 കൈകൾ കൊണ്ട് തന്റെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. ഒരു തളർച്ചയോടെ ആ മിഴികൾ കൂമ്പി അടയുന്നുണ്ടെങ്കിലും അതിനനുവദിക്കാതെ അവൾ വലിച്ചു വലിച്ച് തുറക്കുന്നുണ്ട്. വീണ്ടും പിന്നിൽ കാലടി ശബ്ദങ്ങളും ആരുടെയൊക്കെയോ മുരൾച്ചയുമൊക്കെ അടുത്തു വന്നു. പിന്നിലൂടെ ആരൊക്കെയോ തങ്ങൾക്കടുത്തേക്ക് വരുന്നറിഞ്ഞിട്ടും കാശി അങ്ങനെ തന്നെ നിന്നു. പ്ലീസ് എന്നെ വിട്ടുകൊടുക്കല്ലേ, അവരെന്നെ കൊണ്ടുപോകും എന്നും പറഞ്ഞുകൊണ്ട് ആളോ എന്നെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. ഏയ്! പെട്ടെന്നുള്ള അവിടെ ആ പ്രവൃത്തിയിൽ അവനൊന്ന് പിന്നിലേക്ക് ചെരിഞ്ഞു. അവളെ ഒന്ന് വേർപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും പ്ലീസ് പ്ലീസ് എന്നും പറഞ്ഞ് അവനൊന്നുകൂടെ ഇറുകെ പിടിച്ച് കഴുത്തിലായി കിടന്നിരുന്ന കാശി എന്നെഴുതിയ ആ ചങ്ങലയുടെ ലോക്കറ്റിൽ അവൾ വിരൽ കോർത്തു. അത്രമേൽ ശക്തിയിൽ തന്നിലേക്ക് അമരുന്ന ശരീരം എത്രമാത്രം ഭയപ്പെട്ടിട്ടുണ്ടെന്നവന് മനസ്സിലായി. നീ ഏതാടാ? അപ്പോഴേക്കും പിന്നിലുള്ള ആ കാലടി ശബ്ദം അടുത്തേക്ക് വന്നു. ഒരു പുരുഷ ശബ്ദം അവന്റെ കാതിൽ തുളച്ചു. എടി മോളെ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് കരുതിയോടി നീ? പിന്നിലൊരുത്തന്നെ ദൃഢമായ ശബ്ദം. പ്ലീസ്. അവളൊന്നുകൂടി അവന്റെ ശരീരത്തിലേക്ക് ചേർന്നു. കണ്ടില്ലേടാ, നമ്മളൊക്കെ ഒന്ന് വിളിച്ച അവൾക്ക് എന്തൊരു ഡിമാൻഡാ. ഇപ്പൊ കണ്ടില്ലേ, ഏതോ ഒരു തന്നെ നെഞ്ചത്തായി പറ്റി നിൽക്കുക. ആ പോരെ, അത് ഞങ്ങളുടെ മുതലേടാ, വിട്ടന്നീര്. ലക്ഷങ്ങളുടെ വിലയുണ്ട് അവൾക്ക്. അയാൾ ഒരു കൗശലച്ചിരിയോടെ മുന്നിൽ നിൽക്കുന്നതിനോട് പറഞ്ഞു. കാശിയുടെ പിന്നിലായതിനാൽ അവരുടെ മുഖം അവനും അവന്റെ മുഖം അവരും കാണുന്നുണ്ടായിരുന്നില്ല. എന്നാൽ കാശിയുടെ നെഞ്ചിൽ കിടക്കുന്നവൾക്കൊന്ന് നോക്കിയാൽ പിന്നിലുള്ളവരെ കാണാം. രാത്രിയുടെ മധ്യമാണെങ്കിലും ആ താഴ്വരയാകെ അത്ര വ്യക്തമല്ലെങ്കിലും നല്ലൊരു നിലാവെളിച്ചം മുന്നിട്ട് നിൽക്കുന്നുണ്ട്. തന്നോടല്ല പറഞ്ഞു മോളയുടെ. ഒരുത്തൻ അവളെ നെഞ്ചിൽ നിന്ന് നടത്തി മാറ്റാനായി മുന്നോട്ട് വന്നു. കാശി അങ്ങനെ തന്നെ നിന്നുകൊണ്ട് കൈ ഉയർത്തി അവന് മുമ്പോട്ട് ആഞ്ഞു തള്ളി. അവനൊരു അലർച്ചയോട് അഗാധമായ കൊക്കയിലേക്ക് വീണു. നിനക്കാതെയുള്ള ആ പ്രവൃത്തിയിൽ പിന്നിൽ നിൽക്കുന്ന ബാക്കി 2 പേരും ഞെട്ടിക്കൊണ്ട് 2 അടി പുറകോട്ട് തന്നെ വെച്ചു. എന്നാൽ ആരോ ഒരാൾ ആ കൊക്കയിലേക്ക് പതിച്ചെന്ന് മനസ്സിലായതും അവന്റെ നെഞ്ചിൽ കിടക്കുന്നവൾ പേടിയോടെ കണ്ണു തുറന്നവനെ തല ഉയർത്തി നോക്കി. പക്ഷെ അവിടെ ഒരു ഭാവവുമില്ല. അവളൊരു പേടിയോടെ അവനെ പിടിവിട്ടൊന്ന് പിന്നോട്ട് നിന്നു. അവളുടെ തലയിലൂടെ തട്ടം മൂർന്നു വീണ് ആ താഴ്വരയുടെ ഒരു മുൾച്ചെടിയിലായി തട്ടി നിന്നു. താനും ആ ഗർത്തത്തിന്റെ വക്കത്താണെന്ന് അവൾ ഒരു നിമിഷം മറന്നുപോയി. ഏയ്! അവൻ അവളെ വേഗം വലിച്ചു മാറ്റി വണ്ടിയുടെ മറുസൈഡിലേക്കായി നിർത്തി. തങ്ങളിൽ ഒരുത്തൻ അതിലേക്ക് വീണുവെന്ന് ബോധ്യമായപ്പോൾ ബാക്കി 2 പേരും പരസ്പരം നോക്കിക്കൊണ്ട് പിന്നോട്ട് ഓടിയിരുന്നു.
ഒരുത്തനെ ചവിട്ടി താഴെയിട്ടിട്ടും യാതൊരു ഭാവമില്ല ആ ഓടിപ്പോകുന്നവരെ തന്നെ നോക്കി നിൽക്കുന്ന കാശിയെ കണ്ട് അവൾ ആ വണ്ടിയുടെ സൈഡിലുള്ള പുൽക്കൂട്ടത്തിലേക്ക് തളർന്നു വീണു. അവൻ ഓടി വന്ന് അവൾ പിടിച്ചിരുത്തി. ഹലോ ഹലോ. അവൻ ആ കവിളിലൊന്നും മെല്ലെ തട്ടി. പക്ഷെ അവിടെ ഒരു അനക്കവുമില്ല. ഷിറ്റ്. അവനൊരു ദേഷ്യത്തോടെ മുഷ്ടിയുരുട്ടിക്കൊണ്ട് ചുറ്റും നോക്കി. ശേഷം അവളെ കോരിയെടുത്ത് വണ്ടിയിലേക്ക് ഇട്ടു. അഴിഞ്ഞുളഞ്ഞ മുടിയും തളർന്ന ശരീരവുമായി കിടക്കുന്നവൾ അവനും നോക്കി. ശേഷം ചെടിയിലായി കിടന്നിരുന്ന ആ ഷോൾ വലിച്ചെടുത്തുകൊണ്ട് അവളുടെ മുന്നിലേക്ക് ഇട്ട് വേഗം വണ്ടിയെടുത്തു. ഓഫീസിനടുത്തുള്ള അവന്റെ ഫ്ലാറ്റിന് മുമ്പിൽ വണ്ടി നിർത്തി. അവന് വണ്ടി കണ്ടത് സെക്യൂരിറ്റി ഓടി വന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു. വണ്ടി പാർക്കിങ്ങിൽ നിർത്തി അവളെ കോരിയെടുത്ത് തന്റെ തോളിലേക്ക് ഇട്ടുകൊണ്ട് അവിടെ തന്നെയുള്ള ലിഫ്റ്റ് കയറി 3ാമത്തെ ഫ്ലോർ പ്രസ് ചെയ്തു. റൂമിന് മുമ്പിലെത്തിയതും അവൻ പോക്കറ്റിൽ നിന്ന് കീ തപ്പിയെടുത്തു. അവളിലെ അഴിഞ്ഞ മുടി തന്റെ മുഖത്ത് നെഞ്ചിലുമായി പരന്നു കിടക്കുന്നുണ്ട്. വല്ലാത്തൊരു സുഗന്ധമാർന്ന ഏതോ ഒരു ഹെയർ ഓയിലിന്റെ മണം അവന്റെ മൂക്കിലേക്ക് തുളച്ച് കയറി. അവൻ ചുറ്റുപാടും നോക്കിക്കൊണ്ട് വേഗം വാതിൽ തുറന്ന് അകത്തേക്ക് ഒരു വാതിലടച്ചു. ആ നേരമായതിനാൽ ആരും ചോദിക്കാനുണ്ടായില്ലെന്ന് കാശിക്ക് ആശ്വാസമായി. തന്റെ റൂമിന്റെ ഡോർ തുറന്ന് അവൾ ആ ബെഡിലേക്ക് കിടത്തി. വാടിയ പൂച്ചെണ്ട് പോലെ അവൾ അങ്ങനെ കിടന്നു. എന്തിനെന്നറിയാതെ കാശി അവളെ തന്നെ നോക്കി നിന്നു. മുടി മുഴുവനായി മുഖത്തേക്ക് പാറിക്കിടക്കുന്നതിനാൽ മുഖം വ്യക്തമല്ല. അപ്പോൾ ഒരു നോക്കേണ്ടതാണ്. പിന്നെയെല്ലാം പെണ്ണ് തന്നെ നെഞ്ചത്തായിരുന്നല്ലോ. ഒരിക്കൽ കണ്ട മുഖം ഒന്നുകൂടി കാണാൻ അവൻ ആ മുടികളെ വകഞ്ഞു മാറ്റി. ചെറിയ ഓറഞ്ച് കളറുള്ള ഒരു മൂക്കുത്തിയാണ് അവൻ ആദ്യം കണ്ടത്. അതിന്റെ നിറമാണ് പെണ്ണിന്റെ മുഖത്തിൽ നിന്ന് തോന്നിപ്പോയി കാശിക്ക്. കണ്ണിമ വെട്ടാതെ അവൻ ആ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നുപോയി. റൂമിലെ ലൈറ്റ് കണ്ണിലേക്ക് കുത്തുന്നുകൊണ്ട് അവൾ ഉണരാനൊരുങ്ങുന്ന പോലെ കണ്ണുകൾ ചലിച്ചു. അതറിഞ്ഞ പോലെ അവൻ വേഗം ലൈറ്റ് ഓഫ് ആക്കി അവളെ ഒന്ന് പുതപ്പിച്ചുകൊണ്ട് തന്റെ ടർക്കിയും ഡ്രസ്സും എടുത്ത് അടുത്ത റൂമിലേക്ക് ഇറങ്ങി. അടുത്ത റൂമിൽ നിന്ന് കുളിച്ച് ഡ്രസ്സ് മാറി വീണ്ടും തന്റെ റൂമിലേക്ക് തന്നെ വന്ന് ശബ്ദമുണ്ടാക്കാതെ ഫോൺ എടുത്ത് സമയം നോക്കി. പുലർച്ചെ 3 മണി ആവാനായിരിക്കുന്നു. അവൻ ആ ബെഡിൽ നിന്നൊരു തലയിനെടുത്ത് സോഫയിലേക്ക് ഇട്ടുകൊണ്ട് അതിലേക്ക് വീണു. വീണ്ടും തന്നെ മനസ്സിലേക്ക് കാവിയുടെയും ചെറിയുടെയും മുഖമൂടിയെത്തിയതും നെഞ്ച് വിങ്ങി തുടങ്ങി. കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു. അവ പുറത്തിയാടാൻ ആഗ്രഹിക്കാതെ അവൻ തോളുകൊണ്ടും തുടച്ച് മറുവശം ചെരിഞ്ഞു കിടന്നു. അപ്പോഴേക്കും കിടക്കയിലുള്ളവളും അവൻ അഭിമുഖമായി ചെരിഞ്ഞിട്ടുണ്ട്. ഒരു കുഞ്ഞുകുട്ടിയെ പോലെ കൈ രണ്ടും ചുരുട്ടി മാറിലേക്ക് അമർത്തി ഉറങ്ങുന്നവളെ കണ്ണിമ വെട്ടാതെ നോക്കിക്കിടന്നു കാശിയും. അവൾ ഉണരുന്ന കാത്ത് ആ മുഖത്തേക്ക് നോക്കി അവന്റെ കണ്ണുകളും പതിയെ അടഞ്ഞു. അവനും പതിയെ ഉറക്കത്തിലേക്ക് വീണു. അപ്പാ. അവളൊരു വിളിയോടെ ഞെട്ടിയുണർന്നു. ആ ശബ്ദം കേട്ട പോലെ കാശിയും കണ്ണു തുറന്നു. പെട്ടെന്നാണ് അവന് കഴിഞ്ഞ സംഭവങ്ങളെല്ലാം ഓർമ്മ വന്നു. അവൻ ചാടി എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് വന്നു. കട്ടിലിരുന്ന് അവൾ കിതച്ചു. ചുറ്റും നോക്കുന്നുണ്ട്. പെട്ടെന്നെല്ലാം ഓർമ്മ വന്ന പോലെ അവൾ കൈകൾ കൊണ്ട് മുഖം പൊത്തി കരഞ്ഞു. ഏയ് കൂൾ, താനിപ്പോ സേഫാണ്, പേടിക്കണ്ട. അവരവളെ സമാധാനിപ്പിക്കാൻ തന്റെ കൈ ഉയർത്തി. തനിക്ക് നേരെ ഉയർന്നു വന്ന കൈകളെ അവൾ പേടിയോടെ നോക്കി. അതറിഞ്ഞ പോലെ അവൻ പതിയെ തന്റെ കൈ താഴ്ത്തി. അപ്പോൾ മുമ്പിലിരിക്കുന്ന ആ പെണ്ണിന്റെ മനസ്സിൽ ഒരു ഭാവഭേദമില്ലാതെ കൊക്കയിലേക്ക് ആഞ്ഞു തള്ളിയതിന്റെ ഓർമ്മയായിരുന്നു. അതോർത്ത പോലെ അവൾ ഒന്നുകൂടി പുറകിലേക്ക് നീങ്ങി. അറിയോ ഓക്കെ, നിനക്കെന്താണ് സംഭവിച്ചത്? എനിവേ ഐ എം കാശിദേവ്, പ്രതാപം ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ MD ആണ്. അവൻ പതിയോടെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു. ആ മുഖത്തൊരു നേരിയ ആശ്വാസം വിരിയുന്നവൻ കണ്ടു. എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണം. അവനുമ്പ് താനൊന്ന് ഫ്രഷായി വായോ, അതാണ് ബാത്റൂം. അവൻ ബാത്റൂമിന് നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. പിന്നെ തനിക്ക് ഹോസ്പിറ്റൽ പോകണോ? ഇന്നലെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷെ വരും വഴി തന്നെ ഹോസ്പിറ്റൽ കൊണ്ടുവന്ന് സേഫ് അല്ലെന്ന് തോന്നി. അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് പോകുന്നത്. ഇനി നീ ഓക്കെ ആയിട്ട് വേണമെങ്കിൽ പോവാം. അവൾ വേണ്ട എന്ന രീതിയിൽ തലയാട്ടി. അതിനിടയിൽ എപ്പോഴോ പെണ്ണ് ഒരു സൈഡിലായി കിടന്നിരുന്ന തന്റെ ഷോൾ എടുത്ത് തലയിലിട്ടിരുന്നു. പിന്നെ അവൻ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുകയാണെന്ന് കണ്ടതും അവൾ വേഗം എഴുന്നേറ്റു. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? വേണ്ട. അവൾ മെല്ലെ ബാത്റൂമിലേക്ക് നടന്നു. അവൻ ഫോണെടുത്ത് പതിയെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി. സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. പുലർച്ചെ 3 മണിയോട് അടുത്തിരുന്ന് ഉറങ്ങിയപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ നേരമായിട്ട് ഉണർന്നില്ല. അവളുടെ ശബ്ദം കേട്ടുകൊണ്ട് മാത്രമാണ് ഉണർന്ന്, അല്ലെങ്കിൽ ഇനിയും കിടന്നേനെ. വീണ്ടും മനസ്സിലേക്ക് കാവിയുടെ മുഖവും ജെറിയോട് തൊട്ടുരുമിരിക്കുന്ന അവളുടെ ചിത്രവും മനസ്സിൽ തെളിഞ്ഞതും കണ്ണിൽ വെള്ളം നിറയുന്നതോടൊപ്പം പല്ലുകൾ കൂടിയൊന്ന് ഞെരിഞ്ഞമർന്നു. ഒരുപാട് സ്നേഹിച്ചിരുന്ന അവളെ, ആത്മാർത്ഥമായിട്ട് തന്നെ. പക്ഷെ എത്ര നിസ്സാരമായിട്ടാണ് അവൾ തന്നെ ചതിച്ചത്. ആ ഒരു ഓർമ്മയിൽ അവന്റെ കൈകൾ ബാൽക്കണിയുടെ ഗ്രില്ലിലൊന്ന് മുറുകി. പെട്ടെന്നാണ് വീണ്ടും അമ്മയുടെ മുഖം ഓർമ്മയിലേക്ക് തെളിഞ്ഞത്. കയ്യിലെ വാക്കിംഗ് സ്റ്റിക്കിൽ അമർത്തി പിടിച്ച് ഉമ്മറപ്പടിയിൽ നിന്ന് തന്നെ നോക്കി നിൽക്കുന്ന ആ രൂപം. അവൻ കണ്ണുകളൊന്ന് അടച്ചു തുറന്നു. വേഗം കൈയുള്ള തന്റെ ഫോൺ ഓണാക്കി. തങ്കു 35 മിസ് കോൾ. ഇന്നലെ താൻ ഇറങ്ങിയത് മുതൽ അവൾ വിളിച്ചിട്ടുണ്ട്. അവൾ വേണമെങ്കിൽ 2-3 തവണ അടിച്ചിട്ടുണ്ടാവുകയുള്ളൂ. ബാക്കിയെല്ലാം അമ്മയ്ക്ക് വേണ്ടി ആവണം. അവൻ വേഗം തങ്കുവിന്റെ ഫോണിലേക്ക് തിരിച്ചു വിളിച്ചു. ഹലോ ഡോ, താൻ ജീവിച്ചിരിപ്പുണ്ടോ? അതെന്താണ് നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാൻ ഈ ഭാഗ്യവത് തേച്ചിട്ട് പോയപ്പോ നീ വല്ല കൊക്കയിലും ചാടി ചത്തുന്നു. ഡേ, അവനൊന്ന് അലറി. നീ ഒന്ന് പോയ കാശി. താനിതെന്ത് കാശി ദേവനാ? ചുമ്മാ എന്റെ വലിയപ്പച്ചനെ പറയിപ്പിക്കാൻ വേണ്ടി. ഒന്നുമില്ലെങ്കിൽ അവളുടെ സ്വഭാവം നേരത്തെ അറിഞ്ഞാൽ സമാധാനിക്കല്ലേ വേണ്ടത്?
അപ്പുറത്ത് തങ്കുന്നതിന്റെ അവസ്ഥയിൽ വേദനിക്കുന്നുണ്ടെങ്കിലും അത് വീണ്ടും അവനെ തളർത്തിയുള്ളൂ എന്നറിയാവുന്നതുകൊണ്ടാണ് അവൾ ഇങ്ങനെ പറയുന്നെന്ന് അവനും മനസ്സിലായി. അവനൊന്നും മിണ്ടാതെ നിന്നു. കാശി, താൻ എവിടെയാ? ഞാൻ നമ്മുടെ ഫ്ലാറ്റിലോ? അതെന്താ? അപ്പൊ താൻ ഇന്നലെ മലകയറാൻ പോയില്ലേ? സന്തോഷ സാഹചര്യം കൂട്ടി ഇറങ്ങിയിരുന്നല്ലോ. ഞാൻ കരുതി വലിയ സൂയിസൈഡ് പോയിന്റ് വീണ് ചത്തെന്ന്. നീ വീണ്ടും അവൻ ശാസനയോടെ വിളിച്ചു. പോട്ടേടാ കാശി, നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? പാവം ദേഹമ്മ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. നിനക്ക് എൻ്റെ ഫോണിൽ നിന്ന് കുറേ വിളിച്ചു. നീ എന്തെങ്കിലും ചെയ്തോളെന്നാ പേടിയെന്ന് ഇടയ്ക്കിടെ പറയുന്ന കേട്ടു. എൻ്റെ കാശി ബോൾട്ടാണെന്ന് എനിക്കല്ലേ അറിയൂ. അവരെല്ലാം കേട്ടുന്നു. കണ്ണീര് നിറയുന്നുണ്ടെങ്കിൽ കരച്ചിൽ വന്നില്ല. പകരം അവിടെ ഒരു കുഞ്ഞ് പുഞ്ചിരി എളിഞ്ഞു. കാശി, നീ വിഷമിക്കില്ലേടാ. ചിലരങ്ങനെയാ, നമ്മുടെ സ്നേഹം അനുഭവിക്കാൻ വിധിയില്ലാത്ത പാവങ്ങൾ. ചുണ്ടോടെത്തുമ്പോൾ ദൈവം അത് തട്ടിത്തെറിപ്പിക്കുന്നത് അവർക്കത് അർഹതയില്ലാത്തതുകൊണ്ട് തന്നെയാ. പകരം എൻ്റെ കാശിക്ക് ദേവമ്മയെ പോലെ ഒരുത്തി വരും, ഒരു കുഞ്ഞു പൂച്ചക്കുട്ടി. അതിനാണ് ഇതെന്ന് സമാധാനിക്കടൂ. അപ്പുറത്ത് അങ്ങുവിന്റെ സംസാരിക്കേണ്ട അവന് ചിരി വരുന്നുണ്ടായിരുന്നു. ശരിക്കും ഞാൻ ചാടി ചാവാൻ പോയതാ. പക്ഷെ അതിനിടയിലാ ഒരു നൂലാമാല വന്ന് കയറിയത്. എന്ത് മാല? നൂലാമാല. ഒരു ചെറിയ പ്രശ്നമുണ്ട്, നീ ഇവിടുന്ന് ഫ്ലാറ്റിലേക്ക് വാ. അവളെന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അതിനിടയിൽ ബാത്റൂമിന്റെ വാതിലടയുന്ന കേട്ട കാശി തിരിഞ്ഞു നോക്കി. അവൾ ബാത്റൂമിൽ നിന്ന് പതിയെ ഇറങ്ങി വരികയാണ്. പേടിയോടെ ചുറ്റും നോയിക്കൊണ്ടാണ് വരുന്നത്. ആ മുഖം കണ്ടപ്പോൾ തന്നെ തന്റെ ഹൃദയത്തുടിപ്പിനൊരു നേരിയ മാറ്റം പോലെ. കാശി, നീ കേൾക്കുന്നുണ്ടോ? അപ്പുറത്ത് ഫോണിൽ തങ്കി എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. തങ്കു, നീ ഫ്ലാറ്റിലേക്ക് വാ, ഇറ്റ്സ് വെരി അർജന്റ്. പിന്നെ അവളുടെ മറുപടിക്ക് പോലും കാക്കാൻ നിൽക്കാതെ അവൻ ഫോൺ കട്ടാക്കി തനിക്ക് പിന്നിൽ നിൽക്കുന്നവൾ നോക്കി. താനിപ്പോ ഓക്കെ അല്ലേ? ഇനി ഹോസ്പിറ്റലിൽ പോകണോ? അതിനവൾ വേണ്ടുന്ന രീതിയിൽ തലയാട്ടി. തന്റെ പേരെന്താ? ഐഷ. തലയിലെ തട്ട് നേരെയിട്ടുകൊണ്ട് അവൾ തല താഴ്ത്തി പറഞ്ഞു. ഐഷ. അവൻ പോലും അറിയാതെ ആ പേര് കേട്ടപ്പോൾ ആ ഹൃദയം ഒന്ന് ഇടിച്ചു നിന്നു. എനിക്ക് പോണം. എവിടേക്ക്? അവന്റെ ആ ചോദ്യത്തിന് മറുപടി പറയാതെ അവൾ അങ്ങനെ നിന്നു. നീ ആരാണ്? എന്താണ് നിന്റെ പ്രശ്നം? അവരെന്തിനാ നിന്നെ തേടി വന്ന്? എല്ലാം എനിക്കറിയണം. അതെല്ലാം പറഞ്ഞു തരാനുള്ള സ്റ്റാമിന ഇപ്പൊ തനിക്കില്ല. അതുകൊണ്ട് ആദ്യം ഫുഡ് കഴിക്കാം, വാ. അവനവൾ വിളിച്ചുകൊണ്ട് ഡൈനിങ് ഹാളിലേക്ക് നടന്നു. താഴെ മെസ്സിലേക്ക് വിളിച്ചറിഞ്ഞപ്പോൾ തന്നെ ഫുഡ് പെട്ടെന്ന് കിട്ടിയിരുന്നു. എല്ലാം മൂടി തുറന്നു വെച്ച് അവൾക്കരികിലേക്കായി നീക്കി വെച്ചു. കഴിക്ക്. അവൾ മെല്ലെ തലയാട്ടിക്കൊണ്ട് പതിയെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവന് ഗ്ലാസ് കോഫി എടുത്തുകൊണ്ട് വീണ്ടും ബാൽക്കണിയിലേക്ക് ഇറങ്ങി. ഇന്നലത്തെ കാര്യങ്ങളാണ് ഇനിയും മനസ്സിൽ നിറയെ. വീണ്ടും വിങ്ങുന്ന മനസ്സിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. ശൂന്യമായ തന്നെ മോതിരവരിലേക്കൊന്ന് നോക്കി. മനസ്സമ്മതത്തിന്റെ ആ മോതിര അവൾക്ക് തന്നെ എറിഞ്ഞു കൊടുത്തിട്ട് പോകുന്നതാണ്. അത്രയും പേരുടെ മുമ്പിൽ തങ്ങളുടെ മനസ്സമ്മതം നടത്തിയത് അവന് ഓർമ്മ വന്നു. എല്ലാത്തിനും അവൾ നിന്നു അവനെയും മനസ്സിലിട്ടുണ്ടായിരുന്നില്ലേ? അവനൊരു വെറുപ്പോട് ഓർത്തു. വീണ്ടും മനസ്സ് നീറിപ്പുകഞ്ഞു. ഇനിയെങ്കിലും ആ ഓർമ്മകളെ മനസ്സിൽ നിന്ന് പിഴുതെറിയണമെന്ന് കാശി തീരുമാനിച്ചു. സർ. പിന്നിൽ നിന്ന് പതുങ്ങിയ വിളിയിൽ അവനും തിരിഞ്ഞു. സാറ് കഴിക്കുന്നില്ലേ? ഇല്ല, എനിക്കിപ്പോ വേണ്ട. അതിനവൾ മെല്ലെയൊന്ന് തലയാട്ടി. താൻ ഇനി പോണോ നിൽക്കണോ എന്ന് വിചാരിച്ച് തലയും താഴ്ത്തി നിൽക്കുന്നവളെ അവനൊന്നുകൂടെ നോക്കി. താൻ ഓക്കെ ആണെങ്കിൽ ലെറ്റ്സ് ടോക്ക്. അതിനവൾ തലയാട്ടിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു. ആയിഷ, നീ ആരാണ്? ആ പാതിരാത്രി നീ എങ്ങനെ അവിടെ എത്തി? അവർക്ക് ആരാ? കാശി തികച്ചും ഗൗരവത്തോടെ ചോദിച്ചു. ഞാൻ ആയിഷ. മൂന്നാർ കർണാടക ബോർഡറുള്ള കൊടകുന്ന ഗ്രാമത്തിലെ എൻ്റെ വീട്. അവളൊന്ന് പറഞ്ഞു നിർത്തി. തൻ്റെ ജീവിതത്തിൽ ഓരോന്നായി ഓർത്തെടുക്കാനെന്ന പോലെ അവൾ വിദൂരതയിലേക്ക് മിഴികൾ പായിച്ചു. അപ്പോഴാണ് പുറത്ത് കോളിംഗ് ബെൽ അടിക്കുന്നത്. അത് തങ്കുമായിരിക്കും. അർജന്റ് നേടപ്പോൾ ചിലപ്പോൾ ഡ്രസ്സ് പോലും മാറ്റാൻ ഇറങ്ങിയിട്ടുണ്ടാവും പെണ്ണ്. കാഴ്ച മനസ്സിലോർത്തുകൊണ്ട് ഐഷയെ നോക്കി വേഗം ഹാളിലേക്ക് ഇറങ്ങി വാതിൽ തുറന്നു. പറഞ്ഞ പോലെ ഒരു നൈറ്റ് സ്യൂട്ട് ഇട്ടുകൊണ്ട് ഓടി വന്നിട്ടുണ്ട്. കാശി, എന്താടാ? തങ്കു അകത്തേക്ക് കയറിപാട് അവനോട് ചോദിച്ചു. അവൻ അവളോട് അകത്തേക്ക് കയറാൻ പറഞ്ഞു. അവൾ അകത്തേക്ക് കയറിയ പാട് അവൻ വാതിൽ ലോക്ക് ചെയ്തു. ശേഷം ഇന്നലെ രാത്രി നടന്നില്ല അവളോട് പറഞ്ഞു. കാശി, എന്നിട്ട് ആ കുട്ടിയുടെ അവളൊന്നും നിന്നോട് പറഞ്ഞില്ലേ? ആക്ച്വലി ഇന്നലെ അവൾ വളരെ ടയേർഡായിരുന്നു. ഇപ്പോഴാണ് സംസാരിക്കാൻ ഒരുങ്ങുന്നത്. അപ്പോഴാണ് നീ വന്ന്. ഇനി നമുക്ക് ഒരുമിച്ച് കേൾക്കാം. എടാ, നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ആരെങ്കിലും കണ്ടിരുന്നോ? ഇല്ല, ആ പാതിരാത്രിക്ക് ആരാണ്? ആ സമയം അവൾ ഒരുപാട് വീക്കായിരുന്നു. പക്ഷെ ഹോസ്പിറ്റൽ പോലും കൊണ്ടുപോകാതെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. നൗ ഷീ ഈസ് ഓക്കെ. വാ. ആ തങ്കുവിനെയും കൂടി ബാൽക്കണിയിലേക്ക് നടന്നു. വാതിലിനടുത്തെത്തിയതും അവിടെ നിൽക്കുന്ന ആളെ കണ്ട് തങ്കുവിന്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി. ആയിഷ, അവൾ പതിയെ വിളിച്ചു. തന്റെ പേര് കേട്ട് ധൃതിയിൽ ആയിഷയൊന്ന് തിരിഞ്ഞു നോക്കി. തങ്കുവിനെ കണ്ടപ്പോൾ അവളുടെ മിഴികളൊന്ന് വിടരുന്ന കാശി ശ്രദ്ധിച്ചു. തനു എന്ന് വിളിച്ച് അവൾ ഓടി വന്ന് തങ്കുവിനെ കെട്ടിപ്പിടിച്ചു. ഐഷ കരഞ്ഞുപോയിരുന്നു. എവിടെയായിരുന്നു നീ? തങ്കു അവളുടെ ചുമലിലൊന്ന് കുലുക്കി. ഐഷ അവളെ നോയിക്കൊണ്ട് തേങ്ങി തേങ്ങി കരഞ്ഞു. രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. കാശിയാണെങ്കിൽ ഇവർക്ക് നേരത്തെ അറിയാമെന്ന് ഞെട്ടൽ നിൽക്കുകയാണ്. നീ എങ്ങനെയാ ഇവിടെ? എന്തൊക്കെയാ ഇത് ഐഷ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തങ്കു ഒരു പകപ്പോടെ അവൾ തന്നെ നോക്കി നിൽക്കുകയാണ്. അവൾ വീണ്ടും പൊട്ടിക്കരഞ്ഞു. കരയിലടി, അന്ന് ഞാൻ നിന്നെ കുറെ അന്വേഷിച്ചു. നീ തന്ന നമ്പറിൽ വിളിച്ചു, കിട്ടിയില്ല. പിന്നെ നീ എന്നെ മറന്നാണെന്ന് ഞാനും കരുതി. തനി അവൾ തഴുകുന്നതിനിടയിൽ പറയുന്നുണ്ട്.
കാശിക്കാണെങ്കിലൊന്നും മനസ്സിലായില്ല. അവർ തമ്മിൽ പരിചയമുണ്ടെന്ന് മാത്രം. പക്ഷെ എങ്ങനെ? ഇനി അവർ സംസാരിക്കട്ടെ എന്ന് കരുതി അവൻ തന്റെ റൂമിൽ കയറി. വീണ്ടും മനസ്സിലേക്ക് കാവ്യമായുള്ള ഇന്നലത്തെ സംഭവങ്ങൾ ഓടിയെത്തി. അവൻ ദേഷ്യത്തോടെ കബോർഡ് തുറന്ന് തന്റെ ബോക്സിംഗ് കിറ്റ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ബാൽക്കണിയിൽ അവർ രണ്ടാളും അപ്പോഴും നല്ല സംസാരത്തിലാണ്. തങ്കു, ഡോർ ചെയ്യും, ഞാൻ ജിമ്മിൽ പോവാ. അവൻ അതും പറഞ്ഞ് ഐഷയെ നോക്കി. കണ്ണുകളിൽ രണ്ടാമർത്തി തുറക്കുന്നതാണ് ആ നോട്ടത്തിൽ അവൻ കണ്ടത്. അവൻ അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും തങ്കു ഒന്നുകൂടി വേഗം വാതിൽക്കിലേക്ക് വന്നു. നീ നിനക്കെങ്ങനെയുള്ള പരിചയം? ഊഷി. അവൻ തന്റെ ബാഗ് തോളിലേക്ക് ഇട്ടുകൊണ്ട് ചോദിച്ചു. അതൊക്കെ ഒരു വലിയ കഥയാ. എന്തായാലും നീ പോയിട്ട് വാ, ഞാനെല്ലാം പറയാം. ആ കാശി, താങ്ക്സ്. ഫോർ വാട്ട്? അവളെ രക്ഷിച്ചതിന്. അതിന് മറുപടി പറയാ പോകുന്നവനെ നോക്കി തങ്കാകത്തോട്ട് കയറി വാതിലടച്ചു. അപ്പോഴേക്ക് അവളുടെ ഫോണിലേക്ക് ചെറിയമ്മയുടെ കോൾ വന്നിരുന്നു. എവിടേക്കാടി നീ എണീറ്റ് പാടെ ഓടിയത്? അതമ്മ, ഞാൻ കാശിയുടെ അടുത്തേക്ക് വന്ന അവന്റെ ഫ്ലാറ്റിലേക്ക്. തങ്കുമോളെ, അവനെവിടെ? കുഴപ്പമൊന്നുമില്ലല്ലോ? അപ്പുറത്ത് ശ്രീദേവിയുടെ ആകുല നിറഞ്ഞ ചോദ്യം. ഇല്ല ദയമ്മ, അവന് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഓർക്കാൻ പോലും നേരം കൊടുക്കാതെയല്ലേ ദൈവം അടുത്ത പണി അവന്റെ തലയിലേക്ക് ഇട്ടുകൊടുത്ത്. തങ്കു മനസ്സിൽ കരുതി. നിങ്ങൾ വെച്ചോ, ഇവിടെ കുഴപ്പമൊന്നുമില്ല. എല്ലാം മറക്കാൻ അവന് കുറച്ച് സമയം എടുക്കും. അവിടെ നമുക്ക് അവൻ ഒറ്റയ്ക്ക് വിടാം, അതാ നല്ലത്. ഞാൻ വരാം. അവൾ അതും പറഞ്ഞ് ധൃതിയിൽ ഫോൺ വെച്ചു. അപ്പോഴേക്ക് അവൾക്കരികിലേക്ക് ഐഷയെ എത്തിയിരുന്നു. എന്തു പറ്റി? അവളെല്ലാം കേട്ടു എന്ന് തങ്കുവിനും മനസ്സിലായി. ആ, അത് വേറൊരു ട്രാജഡിയാ മോളെ. എന്തായാലും നിന്റെ സ്റ്റോറികളും വരില്ല. നിന്നെ രക്ഷിച്ചില്ല അങ്ങേര് കാശി. മൈ ബ്രദർ, മൈ ഫ്രണ്ട്, എൻ്റെ എല്ലാം, എൻ്റെ കാശി. അമ്മായിയുടെ മകളായിട്ടുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് കുറച്ചായി. പക്ഷേ അവൾ അവനെ നൈസായിട്ട് തേച്ചു. പാവം, ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന അവളെ. പക്ഷെ ആ പഞ്ഞ മോൾക്ക് അവനെയും വേണം. പിന്നെ തങ്കു ആ ഓർമ്മയിൽ ദേഷ്യം കൊണ്ട് പല്ലുകൾ ഞെരിച്ചു. ഇന്നലെ അവിടെ ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു ദുബായിൽ നിന്ന്. അതിലൊരുത്തൻ്റെ കൂടെ ഇന്നലെ പാതിരാത്രിക്ക് അവളെ പൊക്കി. അതും കാശി തന്നെ. ആ സങ്കടത്തിൽ മല കയറിയതാ വണ്ടിയായിട്ട്. പക്ഷെ അതുപോലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ നീ സമ്മതിച്ചില്ല. അതിനിടയ്ക്കല്ലേ അങ്ങേർക്കൊമ്പിലേക്ക് നീ വന്ന് വീണത്? തങ്കു ചെറിയൊരു തമാശ രൂപത്തിൽ പറഞ്ഞു. എടി, ഞാൻ ആയിഷക്കാകെ വല്ലാതെയായി. ഞാൻ വെറുതെ പറഞ്ഞാടി. എനിക്കെന്തോ അവൾ ആദ്യം ഇഷ്ടമല്ലായിരുന്നു. എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ചായി. അവൾ ഇവിടെ തന്നെയാണ്, ഏട്ടൻ്റെ ഓഫീസിൽ. എനിക്കും ദേവമ്മയ്ക്കും അവളെന്തോ ഏട്ടന് സെറ്റാവില്ലെന്നൊരു തോന്നലായിരുന്നു. പിന്നെ മുത്തശ്ശി അമ്മായി നിർബന്ധം പിടിച്ചപ്പോൾ ആരും എതിർത്തില്ല. ഏട്ടൻ പോലും ഒന്നും പറഞ്ഞില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കാശി ഒരു പാവ. കാണുമ്പോൾ ഒരു കലിപ്പനാണൊക്കെ തോന്നെങ്കിലും അത്രമേൽ സ്നേഹിക്കാൻ അറിയുന്ന ഒരു മനസ്സുണ്ട് അവന്. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ആ തറവാട്ടിൽ ഒന്നിച്ച് കഴിയുന്ന പോലും അവൻ കാരണം. പാവം, ഇന്നലെ ഒരുപാട് തകർന്നു പോയിട്ടുണ്ടാവും. തങ്കു ഒരു സങ്കടത്തോടെ പറഞ്ഞു. പാവാണ് പോലും. ഒരു കൂസലുമില്ലാതെയാ ഒരുത്തനെ നിഷ്പ്രയാസം ഒറ്റ ചവിട്ടിൽ ആ കൊക്കയിലേക്ക് തള്ളിയത്. ആയിഷ വെറുതെ മനസ്സിലോർത്തു. നീ കഴിക്കുന്നില്ലേ? കുറെ നേരം അവരങ്ങനെ ഇരുന്നപ്പോൾ ആയിഷ ചോദിച്ചു. കാശി വരട്ടെ, അവൻ ജിമ്മിൽ പോയതല്ലേ, ഇപ്പൊ എത്തും. ആയിഷ, നീ ഇപ്പോൾ ഓക്കെ ആണല്ലോ? ഹോസ്പിറ്റൽ പോകണോ? വേണ്ടടി, ഇന്നലെ വൈകുന്നേരം കഴിച്ചതായിരുന്നു. പിന്നെ ആ മല കയറി ക്ഷീണം കൂടിയായപ്പോൾ അവിടെ വീണത് ഓർമ്മയുണ്ട്. പിന്നെ എണീക്കുമ്പോൾ ഇവിടെ ഈ പെട്ടില്ല. അവളൊരു നോവോട് തങ്കുവിനോട് പറഞ്ഞു. എല്ലാം പറഞ്ഞു. ആ സമയത്ത് നിന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് സേഫ് അല്ലായിരുന്നു. തനു, ഞാനിനി പോയിക്കോട്ടെ? ആയിഷ അവളുടെ തോളിൽ പിടിച്ചു. എങ്ങോട്ട്? തങ്കു അവളെ കൂർപ്പിച്ച് നോക്കി. അറിയില്ല, എന്തായാലും ഇനി അങ്ങോട്ടേക്കില്ല. എനിക്കിവിടെ ഒരു ഹോസ്റ്റൽ സെറ്റാക്കി തന്നാലും മതി. നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യാം. ഇനി ഞാനില്ലേ കൂടെ. ഇങ്ങനെ വിഷമിക്കില്ലേ? അവൾ മേലെ ആയിഷയുടെ കണ്ണുടച്ചു കൊടുത്തു. ഇതേ സമയം ജിമ്മിൽ തന്റെ പഞ്ചിങ് ബാഗിലേക്ക് ഉള്ളിലെ സംഘർഷം മുഴുവൻ അടിച്ചു തീർക്കുകയായിരുന്നു ഒരുത്തൻ. വീണ്ടും വീണ്ടും ചെറിയോടൊപ്പം കിടക്കിലിരിക്കുന്ന കാവ്യയുടെ മുഖം മനസ്സിൽ തെളിയവേ കൂടുതൽ ശക്തിയോടെ അവളെന്ന ഓർമ്മ അവസാനമായി പിഴുതെറിയും പോലെ അവന്റെ മുഷ്ടികൾ കൂടുതൽ ഊക്കോടെ അതിൽ പതിച്ചു. ഒടുവിൽ ഉള്ളിന്റെ ഉള്ളിൽ ആ ചിത്രത്തിനപ്പുറം തന്റെ അമ്മയുടെയും അതിനു പിന്നിൽ കണ്ണിറച്ച് നിൽക്കുന്ന ഓറഞ്ച് മൂക്കുത്തിയുമായി വേറൊരു രൂപം തെളിഞ്ഞു. ഇന്നലെ ആ മലമുകളിൽ തന്റെ നെഞ്ചിലേക്ക് നഖങ്ങളാഴ്ത്തിയ ഒരു സുന്ദര മുഖം. ഓമ്മയിലെ തന്റെ ആ പ്രവൃത്തി നിർത്തിക്കൊണ്ട് തലതാഴ്ത്തി തന്റെ നെഞ്ചിലേക്കൊന്ന് നോക്കി. വലത്തെ നെഞ്ചിന് മേലെ 3 നഖങ്ങൾ കൊണ്ടപോലെ മങ്ങിയ ഒരു ചോരച്ചുവപ്പ്. എന്തിനെന്നറിയാതെ ഗ്ലൗസ് ഇട്ട കൈകൊണ്ട് അവൻ അതിലൂടെ ഒന്ന് തലോടി. വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞാണ് കാശി ഫ്ലാറ്റിലെത്തിയത്. തങ്കുവാണ് വാതിൽ തുറന്ന്. അവളോട് അവൻ ചുറ്റും നോയിക്കൊണ്ട് ചോദിച്ചു. അവിടെയുണ്ട്, ഒന്നുകൂടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. നീ വാ, ആ റൂമിലേക്കായിരുന്നെങ്കിൽ പറഞ്ഞു. അവളും തലയാട്ടിക്കൊണ്ട് തിരികെ നടന്നു. പതിയെ ഐഷ കിടന്ന റൂമിന്റെ വാതിൽ ചാരിക്കൊണ്ട് കിച്ചണിൽ പോയി ഒരു കപ്പിൽ അവന്റെ പ്രോട്ടീൻ ഷേക്ക് എടുത്ത് നേരെ ബാൽക്കണിയിലേക്ക് നടന്നു. അവിടെ അവളെ കാത്തെന്ന പോലെ ബാൽക്കണിയുടെ റെയിലിങ്ങിൽ പിടിച്ചുകൊണ്ട് കാശി നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ന അവൾ ആ മഗ് അവന് നേരെ നീട്ടി. അവനതിൽ നിന്നൊരു സിപ്പ് എടുത്ത്. ഇനി പറ, അവളാരാ? നിനക്കെങ്ങനെ അവളറിയാം? അത് ഐഷ അക്ബർ. കാശി, നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ അച്ഛനും ദേമയ്ക്ക് ആക്സിഡന്റ് ആയ സമയത്ത് ദേമ ക്രിട്ടിക്കലായിട്ട് കിടക്കുമ്പോൾ ഞാനന്ന് +2 നീ അയർലൻഡിലും. അന്ന് ദേമയെ ട്രീറ്റ്മെന്റായി നിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അച്ഛനും അമ്മയും കൂടെ വന്നില്ലേ? ഞാനും മുത്തശ്ശി മാത്രമായി തറവാട്ടിൽ. പിന്നെ മുത്തശ്ശി കൂട്ടായിട്ട് അമ്മായി എത്തിയിരുന്നു. നിങ്ങൾ ആരുമില്ലാതെ അവിടെ ബോറടിക്കുന്നെന്ന് പറഞ്ഞ് ഞാനും അവിടെ ഹോസ്റ്റലിൽ കൂടി. കാശി അത് ഓർത്തുന്ന പോലെ ഒന്ന് തലയാട്ടി. അവിടെ ഹോസ്റ്റലിൽ വെച്ചാ ഞാൻ അവളെ കാണുന്നത്. ആയിഷ.
അവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ 1ാം വർഷം മലയാളം വിദ്യാർത്ഥിനിയായിരുന്നു അവൾ. ഒരു 4-5 വർഷം മുന്നേ കർണാടകയിലെ കൊടകിൽ നിന്ന് കേരളത്തിലെ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി. അവളെ കാണുന്നതിനേക്കാൾ ഭംഗിയാണ് അവൾ ചിരിക്കുമ്പോൾ. ഞങ്ങൾ 3 പേരായിരുന്നു ഞങ്ങളുടെ റൂമിലുണ്ടായിരുന്നത്. അച്ഛൻ്റെ സുഹൃത്തിൻ്റെ ആരാണ് ഹോസ്റ്റലിൽ നടത്തിയിരുന്നത്. എല്ലാ കാര്യത്തിനും സ്ട്രിക്റ്റ്. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്ക് എന്നെ അവിടെ നിർത്തി ഐലൻഡിലേക്ക് വരാൻ ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. അന്ന് മുതലാണ് ഐഷ ഞങ്ങൾക്കിടയിലേക്ക് വരുന്നത്. തങ്കു ആ പഴയ കാര്യങ്ങൾ ഒരു കഥ പോലെ അവനോട് വിവരിക്കാൻ തുടങ്ങി. എന്ന് രാവിലെ അവളായിരുന്നു ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ചെഴുന്നേൽപ്പിക്കുക. എല്ലാ ചിട്ടകളും പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം അതിൻ്റെതായ വഴിയിൽ കൊണ്ടുപോകുന്ന ഒരു മുസ്ലിം ഉമ്മച്ചിക്കുട്ടി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവൾ നേരെ കോളേജിലേക്ക് ഇറങ്ങും. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിലേക്കും. അടുത്ത വർഷം എന്നെ പോലെ നിങ്ങൾ കോളേജിലേക്ക് ആവില്ലെന്ന് അവൾ സന്തോഷത്തോടെ പറയും. പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു അവൾ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ എഴുതിക്കുത്തലാണ് പരിപാടി. കൊടകിൽ നിന്ന് എറണാകുളത്തേക്ക് എങ്ങനെ എത്തിയെന്ന് ഞാനൊരിക്കലും അവളോട് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അബ്ബയോട് ചേർത്താണെന്ന്. അബ്ബ കർണാടകക്കാരനായിരുന്നു. അവിടെ എത്തുന്ന ടൂറിസ്റ്റുകളെ ഹിൽ സ്റ്റേഷനും കാടുകളും കാണിക്കുന്ന ഓഫ് റോഡ് ജീപ്പിലെ ഡ്രൈവറായിരുന്നു അദ്ദേഹം. ഒരിക്കൽ മൂന്നാർ വന്നപ്പോൾ അവിടെ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന അവളുടെ ഉമ്മയെ കണ്ട് ഇഷ്ടപ്പെട്ടു. സൂര്യനെല്ലി എസ്റ്റേറ്റിൽ ആരെയോ കാണാമെന്നായിരുന്നു അന്ന്. അങ്ങനെ ഉമ്മയെ വിവാഹം കഴിച്ച് അവിടെ കൂടി. ചിലപ്പോഴൊക്കെ ഞങ്ങൾ കൊടകിലേക്ക് പോകും. ചെറുപ്പം തൊട്ട് എന്നെ നന്നായിട്ട് പഠിപ്പിക്കാൻ ഉമ്മയ്ക്കും വലിയ ഉത്സാഹമായിരുന്നു. കാരണം ഞാനും ഇനി ഉമ്മയെപ്പോലെ വെറും തേയിലത്തോട്ടത്തിൽ തൊഴിലാളിയാവേണ്ടെന്ന് ഇടയ്ക്കിടെ പറയാറുണ്ട്. അങ്ങനെ +2 കഴിഞ്ഞപ്പോൾ ഇവിടെ കോളേജിൽ അഡ്മിഷൻ കിട്ടി. കുട്ടിക്കാലം മുതലേ നന്നായിട്ട് വായിക്കുമായിരുന്നു. അതങ്ങനെ കൂടി എന്തെങ്കിലുമൊക്കെ എഴുതലായി. ഇപ്പം എന്തെങ്കിലുമൊക്കെ കുറിച്ചില്ലെങ്കിൽ സമാധാനം ഇല്ലാത്ത പോലെയാണ്. ഐഷ ഒന്ന് ചിരിച്ചു. പിന്നെ ഞാനവൾ നല്ല കൂട്ടായി. അതിനിടയിൽ അവൾ എന്നോട് ചോദിച്ചിരുന്നു, നീ എന്തെങ്കിലും ഹോസ്റ്റലിൽ നിൽക്കുന്നതെന്ന്. അന്ന് ഞാനവളോട് പറഞ്ഞിരുന്നു ദേഹമായ ആക്സിഡൻ്റ് ആയതും എല്ലാവരും അയർലൻഡിലേക്ക് ട്രീറ്റ്മെൻറ്റ് പോയതൊക്കെ. നല്ല രസമായിരുന്നു അവളുടെ സംസാരം ചിരിയൊക്കെ കാണാൻ. സന്ധ്യാസമയം ബാങ്ക് വിളിച്ച് അവൾ പ്രാർത്ഥിക്കാൻ നിന്നാൽ ഞങ്ങളെയും വിളിക്കും. 2-3 തവണ അവളുടെ അബ്ബ അവളെ കാണാൻ വന്നിരുന്നു. ഒരു സാധാരണ മനുഷ്യൻ. ഞങ്ങളോട് അങ്ങോട്ടേക്ക് വരാനും പറഞ്ഞിരുന്നു. ആദ്യമായിട്ട് അവളെ കാണാൻ വന്ന ദിവസം ഞാൻ അവളോട് ഉമ്മയെക്കുറിച്ച് ചോദിച്ചു. അതിനുള്ള മറുപടി എന്നെ അന്ന് വല്ലാതെ വിഷമിപ്പിച്ചു. എൻ്റെ ഉമ്മ ഇന്ന് ഭൂമിയിലില്ല. 1 വർഷം മുമ്പ് മരണപ്പെട്ടു. അന്ന് കാപ്പിത്തോട്ടത്തിലെ കാപ്പിക്കുരി ശേഖരിക്കാൻ പോയതായിരുന്നു. അവിടെ വെച്ചൊരു കടുവയുടെ ആക്രമണത്തിൽ അവളൊന്ന് ഇന്ന് കിതച്ചു. അന്ന് ഉമ്മയുടെ ചിന്നിച്ചെതിരെ ശരീരം ഞങ്ങൾ കിട്ടിയത്. പത്രത്തിലൊക്കെ വന്നിരുന്നു, സൂര്യനെല്ലി കടുവാക്രമണം എന്നൊക്കെ പറഞ്ഞ്. ഒരു വിതുമ്പലോടെ പറയുന്ന അവളിൽ നിന്ന് കൂടുതലൊന്നും കേൾക്കാൻ വയ്യാതെ ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ചു. അങ്ങനെ ആ 1 വർഷം കഴിയാറായി. +2 എക്സാം കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ടിക്കറ്റ് എടുത്തിരുന്നു. അവരോടെല്ലാം യാത്ര പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ എനിക്ക് ഒരിക്കൽ ആവശ്യപ്പെട്ട് നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ ഒരുപാട് ഫോണിലൂടെ സംസാരിച്ചിരുന്നു. അവളുടെ അബ്ബയുടെ ഫോൺ നമ്പറും തന്നിരുന്നു. കാരണം ഇനി വിളിച്ചാൽ കിട്ടില്ലെന്നും അവിടെ റേഞ്ച് കുറവായിരിക്കും എന്ന് അറിയിച്ചു. തന്നെ കൊണ്ടുപോകാൻ അബ്ബ വരില്ലെന്നും ഒറ്റയ്ക്ക് ബസ് കയറിക്കൊള്ളാനും പറഞ്ഞെന്നും അവിടെ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു. അയർലൻഡിൽ നിങ്ങളുടെ അടുത്ത് എത്തിയിട്ട് പിന്നെ കുറച്ച് ദിവസം ഞാനും ബിസിയായി. പിന്നെ അവൾ വിളിച്ചിട്ട് കിട്ടിയില്ല. 3 മാസത്തെ അവിടുത്തെ എൻ്റെ വെക്കേഷൻ കഴിഞ്ഞ് നാട്ടിലെത്തി. +2 കഴിഞ്ഞ് ഞാനവൾ പഠിക്കുന്നിടത്തേന് ഡിഗ്രിക്ക് ചേരണമെന്ന് കണക്ക് കൂട്ടി. നാട്ടിലെത്തിയിട്ട് ഒരുപാട് തവണ അവൾ വിളിച്ചു, കിട്ടിയില്ല. ഹോസ്റ്റലിൽ ചെന്ന് അന്വേഷിച്ചു. അവൾ തന്ന അതേ നമ്പർ തന്നെയായിരുന്നു ഹോസ്റ്റലിലും കൊടുത്തിരുന്നത്. കോളേജിൽ അന്വേഷിച്ചപ്പോൾ അവൾ അവിടെ നിന്ന് TC വാങ്ങിപ്പോയെന്ന് പറഞ്ഞു. അതെനിക്കും വല്ലാത്തൊരു ഷോക്കായി. കർണാടകയിലെ ഏതൊരു കോളേജിലെ തുടർ പഠനത്തിന് ഒരു പെറ്റീഷൻ കോളേജിൽ നിന്ന് വാങ്ങിയിട്ടാണ് അവളന്ന് പോയത്. ഞാൻ അവിടെ അഡ്മിഷൻ എടുക്കുന്നുണ്ടായിരുന്നു. കോളേജിലുള്ളവർ ഈ വിവരമൊക്കെ എന്നോട് പറഞ്ഞ്. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയാതെയായി. വീണ്ടും ആ നമ്പറിൽ ഒരുപാട് തവണ കോൺടാക്ട് ചെയ്തു, മെസ്സേജ് അയച്ചു. ബട്ട് നോ റിപ്ലൈ. ആ നമ്പർ ഇപ്പോൾ നിലവിലില്ലെന്ന് പറഞ്ഞു. അമ്മയോട് വിവരങ്ങൾ പറഞ്ഞെങ്കിലും ആ കുട്ടി അതിൻ്റെ നാട്ടിലേക്കല്ലേ പോയതെന്ന് അമ്മ പറയും. പിന്നെ എല്ലാവരും ദേവമ്മയുടെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഓട്ടത്തിലായിരുന്നില്ലേ. ദേവമ്മയെ നാട്ടിലേക്ക് കൊണ്ടുവന്നതിൽ പിന്നെ ഒഴിച്ചിലും ഫിസിയോതെറാപ്പിയൊക്കെ ആയിട്ട് എല്ലാവർക്കും അവരുടേതായ തിരക്കുകൾ. ക്ലാസ് തുടങ്ങി. പതിയെ ഞാനും എല്ലാം മറന്നു. എന്തെങ്കിലും അവളെന്നെ തിരിച്ചു വിളിക്കാൻ തോന്നി. പിന്നെ അത് ദേഷ്യമായി. ഒന്ന് വിളിച്ചാലെന്താ, ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഞാനുമായിട്ടുള്ള സൗഹൃദം എന്നൊക്കെ തോന്നിപ്പോയി. പിന്നെ ആ പഴയ സൗഹൃദങ്ങളുടെ കൂട്ടത്തിലേക്ക് അവളെയും ഞാൻ വലിച്ചെറിഞ്ഞു. അങ്ങനെ 4 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഞാൻ അവളെ. തങ്കു അത്രയും പറഞ്ഞു നിർത്തി. എന്നിട്ട് അവളെന്താ പറഞ്ഞ്? കാശി വീണ്ടും ഒരു സിപ്പ് കൂട്ടിയെടുത്തുകൊണ്ട് അവളോട് ചോദിച്ചു. ഞാൻ വിചാരിച്ച പോലെ നല്ല കാശി കാര്യങ്ങൾ. അന്ന് അവൾ പോയത് ഒരു വലിയ ദുരന്തത്തിലേക്കായിരുന്നു. അന്ന് മുതൽ അവളുടെ ലൈഫിൽ സംഭവിച്ചൊക്കെ അവളിന്ന് പറഞ്ഞപ്പോൾ ഐ കാൻറ്റ് ബിലീവ്. തങ്കു വീണ്ടും വിദൂരതയിലേക്ക് നോക്കി. വാട്ട് ഹാപ്പൻഡ്? ബാക്കി കൂടി കേൾക്കാനുള്ള ആവേശത്തിൽ കാശി അവളെ നോക്കി. അന്ന് അവളെ കൊണ്ടുപോകാൻ അവളുടെ അബ്ബ വരില്ലെന്ന് പറഞ്ഞിട്ട് അവൾ നേരെ പോയത് കൊടകിലേക്കായിരുന്നു. അവിടെ അവളുടെ അബ്ബ. തങ്കു പറഞ്ഞു നിർത്തി. കാശി തങ്കുവിനെ തന്നെ നോക്കിക്കൊണ്ട് തൻ്റെ കയ്യിലെ കപ്പിൽ നിന്നൊരു സിപ്പ് കൂടി എടുത്തു. കൊടകിലെ ഏതോ ഹിൽ സ്റ്റേഷനിലേക്ക് ആൾ വിട്ട് വരുമ്പോഴേ ജീപ്പ് മറിഞ്ഞ് അബ്ബ ഒരു കൊക്കയിലേക്ക് വീണു. സ്പൈനൽ കോഡിന് സാരമായിട്ട് പരിക്കേറ്റ ആൾ കിടപ്പിലായി. അന്ന് അവൾ ഫൈനൽ എക്സാം ആയിരുന്ന സമയത്തായിരുന്നു. എക്സാം കഴിയും വരെ അവൾ അറിയിക്കരുതെന്ന് പറഞ്ഞിരുന്നു. അമ്മയില്ലാത്ത അവിടെ എല്ലാം അബ്ബയായിരുന്നു. അബ്ബയും കിടപ്പിലായതോടെ അവളാകെ തളർന്നു. നട്ടിലിന് പരിക്കേറ്റതിനാൽ നടക്കാൻ പ്രയാസമാകുമെന്ന് ഉറപ്പായിരുന്നു. സാമ്പത്തികമായിട്ട് അത്ര വലിയ കുടുംബമൊന്നുമില്ല. പിന്നെ അദ്ദേഹം അധ്വാനിക്കുന്ന മുഴുവൻ ആൾക്ക് വേണ്ടി കോളേജിൽ ഹോസ്റ്റലൊക്കെ ആയിട്ട് ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. കോളേജ് തുറന്നപ്പോൾ അബ്ബ അവളെ തിരിച്ചു പോകാൻ നിർബന്ധിച്ചിരുന്നു. എങ്ങനെയെങ്കിലും മോള് പോയി പഠിക്കണമെന്ന് അവളോട് പറഞ്ഞു. പക്ഷെ അവളുടെ വീട്ടുകാർക്ക് അദ്ദേഹത്തെ നോക്കി മടുത്തിരുന്നെന്ന് അവൾക്ക് മനസ്സിലായി.
ഇനി തൻ്റെ പഠനത്തേക്കാൾ വലുത് തൻ്റെ പിതാവിൻ്റെ ജീവനാണെന്ന് വിചാരിച്ച് അവളോട് ട്രാൻസ്ഫർ വാങ്ങിപ്പോയി. ഇനി പറ്റിയ അവിടെ എവിടെയെങ്കിലും പിന്നെ എപ്പോഴെങ്കിലും പഠിക്കാമെന്ന് കരുതി. മാനസികമായി തന്നെ അവളും തളർന്നു തുടങ്ങി. ആരോടും മിണ്ടാനും പറയാനും പറ്റാത്തൊരവസ്ഥ. തന്നെ പോലെ തൻ്റെ മകൾ ഇവിടങ്ങളിൽ മാത്രമായി ഒതുങ്ങിപ്പോയെന്ന് ആ പിതാവ് ഒരുപാട് വേദനിച്ചു. ഒരുപാട് ചികിത്സിച്ചിട്ടും വലിയ മാറ്റമൊന്നും കണ്ടില്ല. അങ്ങനെ അവൾ ഉള്ളെല്ലാം കൊടുത്ത് അവിടെ തന്നെയുള്ള ഒരു ആദിവാസി ഗ്രാമത്തിലേക്ക് ചികിത്സക്ക് പോയിരുന്നു. അവിടുന്ന് എങ്ങനെയോ ഫോണും നഷ്ടപ്പെട്ടു. അത് കാരണം ആരെയും കോൺടാക്ട് ചെയ്യാനും പറ്റിയില്ല. ഇനി ഒന്നും ചെയ്യാനില്ലാത്ത പോലൊരവസ്ഥ. എന്തെങ്കിലും ജോലിക്ക് പോകുന്ന ആയിഷ തീരുമാനിച്ചപ്പോഴും ഒന്ന് അനങ്ങാൻ പോലും വയ്യാത്ത തൻ്റെ അബ്ബയെ വിട്ട് എങ്ങനെ പോകും? മാനസികമായിട്ട് അവൾ ഒരുപാട് തളർന്നുപോയി. കുടുംബത്തിന് അവരൊരു ഭാരമായി തുടങ്ങി. എല്ലാം കണ്ട് മുത്തശ്ശി കണ്ണീർ വാർത്തു. ഇനി എന്തു വന്നാലും വേണ്ടില്ല, തേയിലത്തോട്ടത്തിൽ കുറച്ച് സമയങ്ങളിൽ ജോലിക്ക് പോട്ടെ എന്ന് ഉറച്ച് തീരുമാനമെടുത്തു. ഇടയ്ക്കൊക്കെ എന്നെ വിളിച്ചാലോ എന്ന് ഒരാൾക്ക് തോന്നിപ്പോയിരുന്നു. പക്ഷെ നമ്മുടെ വീട്ടിലെ ആ ഒരവസ്ഥയിൽ ഇനി എന്നെ കൂടി ബുദ്ധിമുട്ടിക്കണമെന്ന് അവളും തീരുമാനിച്ചു. പിന്നെ ഞാൻ ഇനി അയർലൻഡിൽ നാട്ടിലേക്ക് വന്നു എന്ന് പോലും അവൾക്ക് അറിയില്ലായിരുന്നു. എന്നിട്ട് കാശിക്ക് ബാക്കി അറിയാനായി വല്ലാത്തൊരു വേഗതയേറി. അവിടെയാണ് അയാൾ പ്രത്യക്ഷപ്പെടുന്നത്. കാസിം. ബെല്ലാരിയിലുള്ള അവിടെ മുത്തശ്ശിയുടെ ഏതോ കുടുംബത്തിലെ ഒരു അമ്മായിയും മോനും. ബെല്ലാരിയിൽ കന്ന് കച്ചവടക്കാരനാണ് അയാൾ. എല്ലാം അറിഞ്ഞു വന്നായിരുന്നു അമ്മയും മോനും. തുടർ ചികിത്സകളെല്ലാം അവർ ചെയ്യാം, പകരം ആയിഷയെ അയാൾക്ക് ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും അയാൾ അവിടെ ഇളയപ്പനോട് പറഞ്ഞു. എന്നിട്ട് അവർക്കില്ലാതെ വലിയൊരു ആശ്വാസമായിരുന്നു. പക്ഷെ അവളുടെ അബ്ബ ഒരിക്കലും സമ്മതിച്ചില്ല. എന്നാൽ ആയിഷ തൻ്റെ അബ്ബാക്ക് വേണ്ടി സമ്മതം പറഞ്ഞു. തൻ്റെ തലയിൽ നിന്ന് 2 ഭാരം ഒഴിഞ്ഞ ആശ്വാസത്തിലായിരുന്നു ഇളയപ്പൻ. പിന്നെ അബ്ബയെ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് മാറി ചികിത്സ തുടങ്ങി. ഡോക്ടർ വലിയ പ്രതീക്ഷയൊന്നും പറഞ്ഞില്ലെങ്കിലും നോക്കാമെന്ന് പറഞ്ഞു. ഇടയ്ക്കൊക്കെ അയാൾ ബെല്ലാരിയിൽ നിന്ന് വരും. അത് അവളെ കാണാൻ മാത്രമായിരുന്നു. ആവശ്യത്തിനുള്ള പണം ഇളയപ്പനെ ഏൽപ്പിക്കും. തൻ്റെ അബ്ബയേക്കാൾ പ്രായമുള്ള അയാൾ അവൾക്ക് ഭയമായിരുന്നു. തൻ്റെ അച്ഛന് വേണ്ടി മാത്രമായിരുന്നു അവൾ ആ വിവാഹത്തിന് സമ്മതിച്ച്. ഒരു ദിവസം അവരെല്ലാവരും കൂടെ മൈസൂര് ദസറ കാണാൻ പോയി വന്നപ്പോഴായിരുന്നു തങ്കുവന്ന് ഇടിവേർപ്പെട്ടു. അബ്ബയ്ക്ക് എന്തൊക്കെയോ നേർച്ചകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് അവളും കൂടെ പോയത്. മുത്തശ്ശി മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. പക്ഷേ അവിടുന്ന് വന്നപ്പോഴാ സലനമറ്റി കിടക്കുന്ന അപ്പ. തങ്കുവിൻ്റെ കണ്ണിൽ കണ്ണീർ പൊടിഞ്ഞിട്ടുണ്ട്. കാശി തൻ്റെ കയ്യിലെ കപ്പ് കൈകൾ കൊണ്ട് ഞെരിച്ചു. ചികിത്സയിൽ ചെറിയ പുരോഗതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് എന്താണ് സംഭവിച്ചെന്ന് അറിയില്ലായിരുന്നു. അബ്ബയുടെ ചടങ്ങുകളെല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. അയാൾ വീണ്ടും വിവാഹത്തിന് വാശി പിടിച്ചു. പക്ഷെ അവിടെ അബ്ബ മരിച്ചു കുറച്ചെങ്കിലും കഴിയാതെ ഇത് നടത്താൻ പറ്റില്ലെന്ന് മുത്തശ്ശി പറഞ്ഞു. ഇളയപ്പന ദേഷ്യം ഉണ്ടാക്കിയെങ്കിലും മിണ്ടിയില്ല. എന്നിട്ട് കാശി തങ്കുവിനെ തലയിരിച്ച് നോക്കി. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മുത്തശ്ശി അവളോട് ചില കാര്യങ്ങൾ പറഞ്ഞു. എന്ത്? അവിടെ അബ്ബ മരിച്ചല്ല, കൊന്നതാണെന്ന്. കാശി ഒരു ഞെട്ടലോടെ തങ്കുവിനെ നോക്കി. അതേ കാശി, അയാള് ആ കാസിം തലയിനെ കൊണ്ട് അമർത്തി ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന മുത്തശ്ശി കണ്ടു അത്രേ. പിന്നെ അവളെ അയാൾക്ക് ആവശ്യം കല്യാണം കഴിക്കാനല്ലായിരുന്നു, ബെല്ലാരിയിലുള്ള മാറുവാടികൾ കാഴ്ചവെക്കാനായിരുന്നു. അതയാൾ അപ്പയോട് പറയുന്ന മുത്തശ്ശി കേട്ടു അത്രേ. പക്ഷെ ഒന്നും ആരോടും പറയാനാവാതെ ഭയന്നു പോയി ആ വൃദ്ധ. വീണ്ടും വിവാഹം എന്ന് പറഞ്ഞ ആൾ വന്നപ്പോൾ ആ ഒരു വേഗം അവൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. ആരും അറിയാതെ അവളുടെ ഉമ്മിയുടെ നാട്ടിലേക്ക്. ഈ നാട്ടിൽ അത്ര വലിയ കുടുംബക്കാരൊന്നുമില്ലെങ്കിലും വിധവയായ ഒരു ആൻറ്റിയുടെ കൂടെ അവളിവിടെ കൂടി. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് കാണുന്ന കരുതിയാണ് അവൾ ഇങ്ങോട്ട് വണ്ടി കയറിയത്. എന്നാൽ അയാൾ തിരഞ്ഞു വരുന്ന മുത്തശ്ശി പറഞ്ഞതിനാൽ ആൻറ്റി അവളെ പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിച്ചില്ല. അവസരം കിട്ടുമ്പോൾ ഞാൻ തന്നെ അന്വേഷിച്ച് വിവരം പറയുമെന്ന് പറഞ്ഞു. ഇപ്പോൾ 2-3 മാസമായി അവളോട് ആ എസ്റ്റേറ്റിലുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഇന്നലെ അയാളും ആളുകൾ അവളെ തിരഞ്ഞവിടെ വന്നു. ആ രാത്രിയിൽ ആൻറ്റിയാണ് വാതിൽ തുറന്നു. അയാളാണെന്ന് കണ്ടതും അവൾ പിന്നാമ്പുറത്തോടെ ഓടുകയായിരുന്നു. പക്ഷെ വണ്ടിയിൽ നിന്ന് ഒരുത്തൻ അവളെ കണ്ടു. വേറെ വഴിയില്ലാതെ അവൾ മലയിലേക്ക് ഓടിക്കയറി. തങ്കു അത്രയും പറഞ്ഞ് നിർത്തി. നിന്നെ അവിടെ കണ്ടില്ലായിരുന്നെങ്കിൽ അവൾ ആ കൊക്കയിൽ ചാടി പോയേനെ. അതിനുവേണ്ടി തന്നെയാണ് അവൾ അങ്ങോട്ട് ഓടിക്കയറിയത്. തങ്കു അവൻ്റെ കയ്യിലൊന്ന് പിടിച്ചു. അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. ആരെങ്കിലും ഓർമ്മ വന്ന പോലെ അവൻ തൻ്റെ കൈ കൊണ്ട് നെഞ്ചിലുള്ള കുഞ്ഞു മുറിവിലൊന്ന് തൊട്ടു തടവി. തന്നെ വിട്ടുകൊടുക്കല്ലേ എന്ന് പറഞ്ഞ് നെഞ്ചിൽ അള്ളിപ്പിടിച്ചവൾ. അതിലൊരുത്തനെയാണ് താൻ ചവിട്ടി താഴേക്ക് ഇട്ടത്. അതുമാത്രം അവൾ തങ്കുവിനോട് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് കാശിയൊന്നും മിണ്ടിയില്ല. ഒരുപക്ഷെ ഇവളതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അതിനെക്കുറിച്ച് തന്നോട് ചോദിച്ചേനെ. അവൻ മനസ്സിലായി ഓർത്തു. അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇനി ഹോസ്പിറ്റലിൽ പോകണോ? വേണ്ട, നോ ഷീസ് ഓക്കെ. പിന്നെ അവൻ കുറേ നേരം തങ്കുവിൻ്റെ കൂടെ അങ്ങനെ നിന്നു. നീ ഫ്രഷായി വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ. തങ്കു അത് പറഞ്ഞപ്പോൾ അവൻ ആ കപ്പ് തങ്കുവിൻ്റെ കയ്യിൽ കൊടുത്ത് അകത്തേക്ക് നടന്നു. ഇനി അവൾ എന്ത് ചെയ്യാനാണ് നിന്റെ പ്ലാൻ? റൂമിലേക്ക് കയറുന്നതിനിടെ കാശി തങ്കുവിനോടായി ചോദിച്ചു. എന്ത്? അവളിനി ഞാൻ എങ്ങും വിടില്ല. തൽക്കാലം എൻ്റെ കൂടെ തറവാട്ടിൽ നിൽക്കട്ടെ. അവൾക്ക് റിസ്ക് അല്ലേ? എന്ത് റിസ്ക്? അവൾ അവിടെ നിൽക്കും. അല്ലെങ്കിൽ ഇപ്പം അവിടെയുള്ളവർക്ക് പുണ്യാളന്മാരല്ലേ. നീ ഒന്ന് പോയേ കാശി. അവൾ അതും പറഞ്ഞ് കിച്ചണിലേക്ക് നടന്നു. കാശി വേഗം ടവലെടുത്ത് കുളിക്കാൻ കയറി. വെള്ളം വീണപ്പോൾ അവൻ്റെ നെഞ്ചിൽ ആ മുറിവ് വീണ്ടും നീറി. ഒരു നിമിഷം തങ്ക അവളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. ഒരു 2-3 വർഷം കൊണ്ട് ജീവിതം താറുമാറായവൾ അവൻ ഓർത്തു. കുറച്ചധികം നേരം കഴിഞ്ഞാണ് കാശി ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയത്. തങ്കു ടേബിളിൽ തന്നെയും കാത്തിരിക്കുന്നുണ്ട്. കാശി, നീ വീട്ടിലേക്ക് വരുന്നില്ലേ? അവനൊന്ന് മൂളി. 2 ദിവസം കഴിയട്ടെ. എന്നാൽ ശരി, അതുവരെ ഞങ്ങളുടെ കൂടാ. എന്തായാലും അവളെയും കൊണ്ട് ഇന്നേരം അങ്ങോട്ട് പോകണ്ട. തങ്കു ഭക്ഷണം വായിലേക്കിട്ടുകൊണ്ട് പറഞ്ഞു. ഇവിടെയോ? എന്താ ഇവിടെ നിന്നാ?
ഞാനെന്തായാലും ഫ്രീയാ. ഇനി 2-3 മാസത്തെ ക്ലാസ്സിലല്ലോ. അവനൊന്നും പറയാതെ ഭക്ഷണം കഴിച്ചു. കാവ്യയുടെ കാര്യം അവൻ അത്രമേൽ തളർത്തിയിട്ടുണ്ടെന്ന് തങ്കുവിനറിയാം. അതിനാൽ കുറച്ചു ദിവസത്തേക്ക് അവൻ തറവാട്ടിലേക്ക് വരില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് താനിവിടെ കൂടാമെന്ന് പറഞ്ഞത്. കാശി, നീ ദേവമേന്ന് വിളിക്കുക പ്ലീസ്. ഇനി നീ വിളിച്ചില്ലെങ്കിൽ അവർ തളർന്നു പോകും. അവൾ ഓർമ്മിപ്പിച്ചു. അവനതിനൊന്നും മിണ്ടിയില്ല. പിന്നെ ഞാൻ വീട്ടിലൊന്ന് പോയിട്ട് വരാം, കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. അവർ രണ്ടുപേരും കഴിച്ച പ്ലേറ്റ് എടുക്കുന്നില്ല അവനോട് പറഞ്ഞു. പിന്നെ ആയിഷ ഇവിടെ ഉണ്ട്, ഉറങ്ങിയാണ്, ശ്രദ്ധിച്ചേക്കണേ, ഞാൻ പെട്ടെന്ന് വരാം. സ്കൂട്ടിയുടെ കീയുമായിട്ട് ഇറങ്ങുമ്പോൾ കാശിയോടായി അവൾ പറഞ്ഞു. അതിനവനൊന്ന് മൂളിക്കൊണ്ട് മെയിൻ വാതിൽ അടച്ചു. ഒരു 10-15 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോഴാണ് ആയിഷ എഴുന്നേറ്റത്. അവളൊന്ന് ചുറ്റും നോക്കി. ഇനിയും ക്ഷീണം മാറിയിട്ടില്ല. ഉള്ളിൽ വീണ്ടും അയാളുടെ മുഖം തെളിഞ്ഞു. ആന്റിയുടെയും തന്റെ അബ്ബയുടെയും മുത്തശ്ശിയുടെയും മുഖം ഓർമ്മ വന്നപ്പോൾ കണ്ണിൽ വെള്ളം നിറഞ്ഞു. കണ്ണുകൾ അമർത്തി തുടച്ച് അവൾ ഷോൾ നേരിട്ടുകൊണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങി. തനു, അവൾ വിളിച്ചു. വിളി കേൾക്കാത്തതുകൊണ്ട് പതിയെ അടുക്കളയിലേക്കൊന്ന് പോയി നോക്കി. അവിടെ ഇല്ല. അവളൊന്ന് വീട് വരെ പോയതാ, ഇപ്പൊ വരും. ഹാളിലെത്തിയപ്പോൾ പിന്നിൽ നിന്ന് കാശിയുടെ ശബ്ദം. തലയിൽ നിന്ന് ഊർന്നു വീഴാൻ പോയ തട്ടം വീണ്ടും പിടിച്ചിട്ടുണ്ടെന്ന് തലയാട്ടി. താൻ ഓക്കെ അല്ലേ? ഹോസ്പിറ്റൽ പോണോ? വേണ്ട, അവൾ പതിയെ പറഞ്ഞുകൊണ്ട് വേഗം ആ റൂമിലേക്ക് തന്നെ കയറിപ്പോയി. അവനെ കാണുമ്പോൾ തന്നെ ആ നെഞ്ചിലേക്ക് അമർന്നാണ് ഓർമ്മ വരുന്നത്. പിന്നെ ഒരൊറ്റ ചവിട്ടൽ ആ കൊക്കയിലേക്ക് വീഴ്ത്തിയത്. അവൾ വേഗം കട്ടിൽ വന്നിരുന്നു. കുറച്ചുകൂടി കഴിഞ്ഞാണ് തങ്കു തിരിച്ചു വന്ന്. ഒരു വലിയ ബാഗ് ഉണ്ടായിരുന്നു അവളുടെ കയ്യിൽ. പെണ്ണ് രണ്ടും കൽപ്പിച്ചിട്ടാണെന്ന് ആ വരവ് കണ്ടപ്പോഴേ കാശിക്ക് മനസ്സിലായി. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടിയാകുമ്പോൾ വീട്ടിൽ നിന്ന് വേഗം സമ്മതം കിട്ടിക്കാണെന്ന് അവൻ ഓർത്ത്. നീ ദേഹമ്മയെ വിളിച്ചില്ലേ? തങ്കു കയറിയ പാടെ ചോദിച്ചു. ഇല്ല, ഞാൻ വിളിച്ചോളാം. അവിടെ എന്താ വിശേഷം? ആമാരൊക്കെ? കാശി ഒരു കല്ലിച്ചമോത്തോടെ ചോദിച്ചു. ആമാരൊക്കെ പോയി. പിന്നെ അവള് കാവ്യ അവിടെ തന്നെയുണ്ട്. അവൾക്കൊരു കുഴപ്പമില്ല. അവളെ ഓർത്ത് സമയം ചെലവഴിക്കുന്ന നിനക്കാ വട്ട്. തങ്കു ഒരു പുച്ഛത്തോടെ പറഞ്ഞു. അവനെന്തോർത്തുകൊണ്ട് ആ വാതിൽക്കൽ തന്നെ നിന്നു. കാശി, വിട്ടുകളയടാ, കഴിഞ്ഞു. ഇനി നീ ഇങ്ങനെ ഇരുന്നാ അവിടെ അവർ തന്നെ വിജയിക്കും. അത് പാടില്ല. അവന്മാർക്ക് മുമ്പിൽ എൻ്റെ കാശി ഇങ്ങനെ തോൽക്കണ്ട. അത് ഞാൻ സമ്മതിക്കില്ല. അവൾക്ക് നിന്നെ വിധിച്ചിട്ടില്ല, അതാ സത്യം. നിനക്കുള്ളവൾ നിന്റെ മുമ്പിൽ വരും. സോ ലീവ് ഇറ്റ് മാൻ. അവൾ കാശിയെ ഒന്ന് കെട്ടിപ്പിടിച്ചു. പിന്നിലായി റൂമിന്റെ വാതിൽപ്പടിയിൽ ആയിഷ അവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. നീ എണീറ്റോ എന്നും ചോദിച്ച അവൾ കാശിയിൽ നിന്ന് അകന്നു മാറി. വാ, ഞാൻ എൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. നിന്റെയോ? ആയിഷ ഒന്ന് ഞെട്ടി. തങ്കു സാധാരണ ജീൻസും ഷർട്ടൊക്കെയാണ് ധരിക്കാറ്. ഹോസ്റ്റലാണെങ്കിൽ ഒരു ട്രൗസറും ടീഷർട്ടും. ആയിഷ അതാണ് ഓർത്തത്. എന്നാൽ റൂമിലെത്തി ബാഗിൽ നിന്ന് തങ്കു ഡ്രസ്സ് എടുത്ത് അവൾക്ക് നീട്ടി. നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ ചുരിദാറായിരുന്നു അത്. ഇതാ. തനു, ഈ നിന്റെ തന്നെയാണോ? അവളൊരു സംശയത്തോടെ കൈ നീട്ടി. അതെ, ഇതെന്നോ കാശി എനിക്ക് വാങ്ങിത്തന്ന. എനിക്കിതൊന്നും ഇഷ്ടമല്ല. തൽക്കാലം നീ ഇട്ടോ, നിനക്കായി നല്ല. ഇന്നലെ ഇട്ട ഡ്രസ്സല്ലേ, മാറ്റിയിട്ട് വാ. അവളത് വാങ്ങിക്കൊണ്ട് ബാത്റൂമിലേക്ക് കയറി. നന്നായി കുളിച്ചിറങ്ങിയപ്പോഴേക്കും അവളൊന്ന് ഉഷാറായിരുന്നു. തനു, എനിക്കൊന്ന് ആൻറ്റിയെ വിളിക്കണം. പാവം, ഞാൻ എവിടെയാണെന്നും അവരെന്നെ കൊണ്ടുപോയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടാവും. വേണ്ട, ഇപ്പോൾ വിളിക്കണ്ട, 2 ദിവസം കഴിയട്ടെ. അലി നിന്നെ തിരഞ്ഞ് അവർ ഇവിടെയും വരും. തങ്കു പറഞ്ഞ് ശരിയാണെന്ന് അന്നേരം അവൾക്കും തോന്നി. പിന്നെ അവരെന്തൊക്കെയോ സംസാരിച്ചു. തൻ്റെ അമ്മയും മുത്തശ്ശിയും പിന്നെ മൂന്നാറിലെ ആൻറ്റിയുടെ വീട്ടിൽ ഒളിവ് ജീവിതമൊക്കെ ആയിരുന്നു ആയിഷയ്ക്ക് പറയാനുണ്ടായിരുന്നു. കൂട്ടത്തിൽ പൂർത്തിയാക്കാതെ പോയ തൻ്റെ പഠനവും. തങ്കു അവൾക്ക് നല്ലൊരു കേൾവിക്കാരിയായി. ഇതേ സമയം കാശി തൻ്റെ റൂമിൽ അമ്മ എന്ന നമ്പറിൽ നോക്കി ഇരിപ്പുണ്ട്. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചുകൊണ്ട് അവൻ ആ നമ്പർ ഡയലിലിട്ടു. കാശി. അമ്മ. എടാ മോനെ നീ. അമ്മ, ഐ എം ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണോ? മോനെ, എനിക്കറിയാം നിന്റെ സങ്കടമൊക്കെ. പക്ഷെ സംഭവിച്ചെല്ലാം നല്ലതിനാണെന്ന് കരുതി മറന്നേ പറ്റൂ. ഈ അമ്മയ്ക്ക് വേണ്ടിയാണെങ്കിലും നീ ഇനി അതൊന്നും ആലോചിക്കരുത്. ഇല്ലമ്മ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുക. കുറച്ച് സമയമെടുക്കും. എനിക്കറിയാടാ, അമ്മ പ്രാർത്ഥിക്കാറുണ്ട് ഈ വേദനയ്ക്ക് പകരം അതിലിരട്ടി സമാധാനം എൻ്റെ കുഞ്ഞിന് കൊടുക്കണേ എന്ന്. മുത്തശ്ശിയോട് കാശി പതിയെ ചോദിച്ചു. ഭയങ്കര സങ്കടത്തിലാടാ. ഞാൻ തന്നെയാണല്ലോ എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ അവളെ കെട്ടിവെച്ചെന്നും പറഞ്ഞ് കണ്ണീര് കൊടുക്കുന്ന കാണാം. ഇല്ലമ്മ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ആരുടെ ഒരു ദേഷ്യമില്ല, അവളോട് പോലും. എന്നാ നീ ഇനി ഇങ്ങോട്ട്? 2 ദിവസത്തിനുള്ളിൽ വരാം. തങ്കയുടെ വന്നിരുന്നു, കുറച്ച് ഡ്രസ്സ് എടുത്ത് തിരിച്ചുപോയി. ഞാനിനി കുറച്ച് ദിവസം കാശിയുടെ കൂടെ നിൽക്കുന്നതെന്നും പറഞ്ഞു. അവൻ്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. എന്നാ ശരിയമ്മ, ഞാൻ വിളിക്കാം. അവനതും പറഞ്ഞ് കോള് കട്ട് ചെയ്തു. പുറമേ തങ്കുവിനോട് ചിരിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും അയാൾ എപ്പോഴും തന്നെ തേടിയെത്തുമെന്ന് ആയിഷക്കുള്ളിൽ ഒരു ഭയം നിറഞ്ഞു. വീണ്ടും 2 ദിവസങ്ങൾ കടന്നുപോയി. കാശി അന്നൊന്നും ഓഫീസിൽ പോയില്ല. എല്ലാം ഫിലിപ്പിനോട് മാനേജ് ചെയ്തോളാൻ പറഞ്ഞു. 3 ദിവസങ്ങൾക്ക് ശേഷം അവരിന്ന് തറവാട്ടിലേക്ക് പോവുകയാണ്. ദേവമ്മയും ചെറിയമ്മയും ഇന്നലെ തന്നെ വിളി തുടങ്ങിയിരുന്നു. ഇന്നിനി രണ്ടും കൽപ്പിച്ച് ഇറങ്ങാമെന്ന് അവർ തീരുമാനിച്ചു. എല്ലാം മറക്കാൻ അവരും നന്നായി ശ്രമിച്ചു. കാവ്യയെ ഓർക്കുമ്പോൾ ഇപ്പോൾ അവനിൽ വേദന കളന്നൊരു പുച്ഛം മാത്രമായിരുന്നു. വീട്ടിലുള്ളവരോട് തങ്കു ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ ഒരു കൂട്ടുകാരി കൂടി കൂടെയുണ്ടെന്ന്. കുറച്ചു ദിവസം ഇനി അവൾ അവിടെ ഉണ്ടാവുമെന്നും. കൽപ്പമംഗലം എന്നെഴുതിയ ആ വീടിന് മുമ്പിൽ കാശി വണ്ടി നിർത്തി. താൻ വരില്ലെന്ന് കുറെ പറഞ്ഞാണ് അവളോട്. പക്ഷെ അവൾ സമ്മതിച്ചില്ല. ആയിഷ തങ്കുവിന്റെ കയ്യിലൊന്ന് പിടിച്ചു. തങ്കു അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചു.
അവരുടെ വണ്ടി കണ്ടതും എല്ലാവരും കൂടി ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. പിന്നിലെ ഡോർ തുറന്ന് ഐഷയും തങ്കു ഇറങ്ങി. കാശി ഡിക്കി തുറന്ന് സാധനങ്ങൾ പുറത്തെടുത്തു. കുഞ്ഞിരാമേട്ടൻ ഓടി വന്ന് എല്ലാം എടുത്തു. കാശി എല്ലാവരെയും നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു. മോനെ, ശ്രീദേവി അവനെ കൈനീട്ടി വിളിച്ചു. അവൻ കാലിലെ ഷൂ പോലും ഊരിവെക്കാതെ അവരെ കെട്ടിപ്പിടിച്ചു. സോറി. അവൻ ആ തലയിലൊന്ന് മുത്തി. പോട്ടടാ. അവരവന്റെ ചുമലിൽ തലോടി. ശേഷം അടുത്തായി നിൽക്കുന്ന ചെറിയച്ഛനെയും ചെറിയമ്മയും നോക്കി ചിരിച്ചു. പിന്നെ അടുത്തായി കസേരയിലിരിക്കുന്ന മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. എന്റെ സൗദാമിനിക്കുട്ടി ആയ മോക്കെ. അവൻ അവരെയും ചേർത്ത് പിടിച്ചു. ആ നേരവും അവനുള്ളിൽ കുറച്ചു ദിവസം മുമ്പ് താൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയതാണ് ഓർമ്മ വന്നത്. അപ്പോഴേക്കും മടിച്ചു നിന്നിരുന്ന ഐഷയും വലിച്ച് തങ്കു അങ്ങോട്ട് വന്നു. അവൾ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് അവളൊരു ചിരിയോടെ സ്വീകരിച്ചു. ഐഷ, ഇതൊക്കെ ആരാണെന്ന് മനസ്സിലായോ? തങ്കു ഐഷയോട് ചോദിച്ചു. അവളൊന്ന് തലയാട്ടി. പിന്നെ മുത്തശ്ശിയെ നോക്കി. മുത്തശ്ശി, അമ്മ, അച്ഛൻ, പിന്നെ ശ്രീദേവിയെ നോക്കി ദയമായെന്നും പറഞ്ഞു. എന്നാൽ വാതിൽക്കലേക്ക് കയറിയ കാശി അവൾ പറയുന്ന തലയിരിച്ച് നോക്കി. ചിരിയോടെ എല്ലാവരെയും നോക്കി സംസാരിക്കുന്നുണ്ട്. അവളുടെ ഇത്തരമൊരു ഭാവം ഇപ്പോഴാണ് അവൻ കാണുന്നത്. 3 ദിവസമായി ഫ്ലാറ്റിലുണ്ടായിരുന്നെങ്കിലും അവളും തങ്കു അധികം റൂമിലായിരിക്കും. അവനൊരു ചിരിയോടെ ഹാളിലേക്ക് കയറി. വാമോളെ. ചെറിയമ്മയെ അവളെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോഴേക്കും രാമേട്ടൻ സാധനങ്ങളെല്ലാം ഹാളിലേക്ക് വെച്ച് ഇറങ്ങിപ്പോയി. മുകളിലേക്ക് തന്റെ റൂമിലേക്ക് സ്റ്റെപ്പ് കയറാൻ നിന്ന കാശി ഒന്ന് നിന്നു. താഴോട്ട് ഇറങ്ങി വരുന്ന കാവ്യയും അമ്മായിയും. അവനെ കണ്ടപാടെ അവളുടെ മുഖമൊന്ന് മങ്ങി. അമ്മായിയും നിന്നു. അവർക്ക് ഇറങ്ങാനെന്ന പോലെ അവൻ കുറച്ച് നീങ്ങിക്കൊടുത്തു. കാശി, ഐ ആം സോറി. കാവ്യ അവനരിയിലേക്ക് എത്തിയപ്പോൾ പറഞ്ഞു. കാശി അവളെ നോക്കി. എത്ര വേഗമാണ് ഇവൾ മാറിയെന്നോർത്ത് തന്റെ പ്രണയം തന്നെ തിരിഞ്ഞ് പരിഹസിക്കും പോലെ തോന്നിപ്പോയി. അവന് നന്നായി ചിരിച്ചു. ഇറ്റ്സ് ഓക്കെ കാവ്യ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഞാനതൊക്കെ വിട്ടു. പിന്നെ അപ്പം നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയതിന് സോറി. എനിവേ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ന്യൂ ലൈഫ്. അവൻ അതും പറഞ്ഞുകൊണ്ട് സ്റ്റെയർ ഓടിക്കയറി. അവളിൽ നിന്ന് ഇതൊരിക്കലും അവൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അവൻ വീണ്ടും തന്റെ പിന്നാലെ വരുമെന്ന് അവൾ കരുതി. അടുത്തിന്ന് അംബിക കാവ്യയെ ദേഷ്യത്തോടെ നോക്കി. അപ്പോഴേക്കും പുറത്തുള്ളവർ അങ്ങോട്ട് എത്തിയിരുന്നു. തങ്കുവിന്റെ കൂടെ കാണാത്ത ഒരാളെ കണ്ടപ്പോൾ അംബികയും കാവ്യയും പരസ്പരം നോക്കി. ഇതെന്റെ ഫ്രണ്ടാ ഐഷ. അവൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഐഷ, ഇതാണ് കാവ്യ. കാവ്യ എന്ന് കേട്ടപ്പോൾ അവൾ ഒന്നുകൂടെ നോക്കിപ്പോയി. തന്റെ രക്ഷകന്റെ പ്രണയം. ഒരൊറ്റ രാത്രി കൊണ്ട് ആ മനുഷ്യനെ ഒറ്റപ്പെടുത്തിയവൾ. അപ്പോഴേക്കും അവർ അമ്മയും മോളും അവിടെ നിന്ന് നടന്നു നീങ്ങിയിരുന്നു. താഴെ തങ്കുവിന്റെ റൂമിൽ തന്നെയാണ് ഐഷയും സാധനങ്ങൾ വെച്ച്. എന്തോ അവൾക്ക് അവിടെയുള്ളവരെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ദിവസങ്ങൾ പിന്നെയും ഓടിക്കൊണ്ടിരുന്നു. ഇന്ന് അവളിവിടെ വന്നിട്ട് ഒരാഴ്ചയായി. അപ്പോഴേക്കും അവരിൽ ഒരാളായി മാറിയിരുന്നു അവളും. ശ്രീദേവിക്കും ചെറിയമ്മക്ക് അവൾ ഒത്തിരി ഇഷ്ടമായി. തന്റെ പ്രാർത്ഥനാ സമയങ്ങളിൽ റൂമിന്റെ ഒരു മൂലയിൽ തലയിൽ ഷാളും ചുറ്റിവെച്ച് പ്രാർത്ഥിക്കുന്നവളെ അവർ അത്ഭുതത്തോടെ നോക്കി. ഒന്നും ചോദിക്കാതെയും പറയാതെയും ആ ഉള്ള സ്ഥലത്തും സൗകര്യത്തിലും തന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുന്നവൾ. അതാണ് അവർക്ക് അവളെ കണ്ടപ്പോൾ തോന്നിയത്. 2-3 ദിവസമായി തങ്കു ദേവമ്മയുടെ കൂടെ കിടക്കാൻ പോകും. കുറെ ദിവസമായി ദേവമ്മയുടെ കൂടെ കിടന്നിട്ട് ഞാൻ 2 ദിവസം അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു പോയതാണ് തങ്കു. ആ ദിവസങ്ങളിൽ ഐഷ ഒറ്റയ്ക്ക് കിടന്നു. 3-ാം ദിവസം തനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെന്ന് പറഞ്ഞ് അവളും തങ്കുവിന്റെ പിന്നാലെ കൂടി. ഇപ്പോൾ 3 ആളും കൂടിയാണ് കിടക്കാറ്. തങ്കു ആദ്യമേ അങ്ങനെ തന്നെയാണ്. ദേവമ്മയെ കെട്ടിപ്പിടിച്ചേ ഉറങ്ങാറുള്ളൂ. ശ്രീദേവിക്ക് അത് വലിയ ഇഷ്ടമായിരുന്നു. ഇപ്പൊ ഐഷയും കൂടിയിട്ടുണ്ട് അവരുടെ കൂടെ. ഒരിക്കൽ റൂമിലേക്ക് വന്നപ്പോൾ തങ്കു തന്നെ പറ്റിച്ചേർന്ന് കിടക്കുന്ന വാതിൽക്കൽ നിന്ന് കൊതിയോടെ നോക്കുന്നവളെ ശ്രീദേവി മറുവശത്തേക്ക് മാടി വിളിച്ചു. വിളിക്കേണ്ട താമസം. പെണ്ണാ സൈഡിലായി അവരെ കെട്ടിപ്പിടിച്ച് കിടന്നു. ഒരിക്കൽ മുത്തശ്ശിയുടെ മുഖത്ത് എന്തോ ഒരു അനിഷ്ടം തോന്നിയുകൊണ്ട് അവളില്ലാത്ത സമയം നോക്കി അവളുടെ കഥകളെല്ലാം തങ്കു തന്നെ അവരോട് പറഞ്ഞു. അതിനുശേഷം ശ്രീദേവിക്ക് അവളോട് വലിയൊരു വാത്സല്യമായിരുന്നു. ദേവമ്മ. ഒരിക്കൽ ഉറങ്ങാൻ കിടന്നപ്പോൾ അവളാരെ വിളിച്ചു. തങ്കു നല്ല ഉറക്കത്തിലാണ്. എന്താ മോളെ? എനിക്കെന്തോ വലിയ പേടി തോന്നാ. എന്തിന് അറിയില്ല. ഞാൻ ഇവിടുന്ന് പോയാ എനിക്കിതൊക്കെ വല്ലാതെ മിസ് ചെയ്യും. അവൾ അവരെയും നോക്കി. അതിന് നീ എവിടെ പോവാനാ? നീ എങ്ങും പോണില്ല. നിന്നെ ഞാൻ വിടില്ല. അവളുടെ ചൂടിലേക്ക് ഒന്നുകൂടെ പതുങ്ങി. കാവ്യക്ക് അവളെ കാണുമ്പോഴേ ഒരു ദേഷ്യം പോലെയാണ്. അവളുടെ ഭംഗിയിൽ ഒരു ചെറിയ കുശുമ്പും ഇല്ലാതെയില്ല. അവളിപ്പോഴും ഓഫീസിൽ പോകും. പക്ഷേ ഇപ്പോൾ അവൾ അവിടുത്തെ വെറും ഒരു സ്റ്റാഫ് മാത്രമാണ്. തങ്ങളുടെ എൻഗേജ്മെന്റിൽ നിന്ന് തങ്ങൾ തന്നെ പൂർണ്ണ സമ്മതത്തോടെ പിന്മാറിയെന്നാണ് കാശി എല്ലാവരെയും അറിയിച്ച്. അവന്റെ ഈ ഒരു മാറ്റം കണ്ട് കാവ്യം പകച്ചു പോയിരുന്നു. അവനൊരിക്കലും തന്നെ മറക്കാനാവില്ലെന്നായിരുന്നു അവൾ വിചാരിച്ചിരുന്നത്. കാശിക്ക് ആദ്യം കുറച്ച് ദിവസം ഓഫീസിൽ എല്ലാവരെയും ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ആവശ്യമില്ലെന്ന് അവന് തന്നെ സ്വയം തോന്നി. ആയിഷയാണെങ്കിൽ അവനെ കാണാറേയില്ല. എപ്പോഴും തങ്കുവിനൊപ്പാണെങ്കിലും അവൻ വന്ന വേഗം റൂമിൽ കയറും. അവളുടെ ഈ ഒളിച്ചുകളി അവൻ അറിയുന്നുണ്ടായിരുന്നു. വൈകി വരുന്ന ദിവസങ്ങളിൽ ഒരു ഗുഡ് നൈറ്റ് പറയാൻ അമ്മയുടെ അരികിലേക്ക് പോകുമ്പോൾ അമ്മയെ പറ്റിപ്പിടിച്ച് പെണ്ണ് കിടക്കുന്നുണ്ടാവും. ആദ്യമൊക്കെ തങ്കു അമ്മയെ കെട്ടിപ്പിടിച്ചെടുക്കുമ്പോൾ അവളെ കളിയാക്കാറുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം ഇത്ര ഭംഗിയുണ്ടെന്ന് ഇപ്പോഴാണ് തോന്നുന്നത്. അമ്മയോട് സംസാരിച്ച് പുറത്തിറങ്ങുമ്പോഴും ആരും അറിയാതെ താൻ അവളെ ഒന്ന് നോക്കാറുണ്ട്. താൻ വരാറുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും അത്രമേൽ ശ്രദ്ധയോടെ അവൾ കിടന്നിരുന്നത്. ശരീരം മുഴുവൻ പുതപ്പുകൊണ്ട് മൂടിയിരിക്കുന്ന കാണാം. ചിലപ്പോൾ അവളും തങ്കവും ചെറിയമ്മയും കൂടി ഗാർഡനിൽ ഇരിക്കുന്നുണ്ടാവും.
അപ്പോഴും തന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ടായിരിക്കും പെണ്ണോരോന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ തന്നെ കാണുമ്പോഴേ ഓടാനൊരുങ്ങുന്നവളെ തങ്കു അവിടെ തന്നെ പിടിച്ചിരുത്തും. ആയിഷ അതിനിടയിൽ അവളുടെ ആന്റി ഒരിക്കൽ കൂടി വിളിച്ചിരുന്നു. ആളുകളുടെ സേഫ് ആണെന്നും അത്യാവശ്യമാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞു. അന്ന് കാസിമും കൂട്ടുകാരും തന്നെ കുറെ ഭീഷണിപ്പെടുത്തിയാണ് പോയതെന്നും പിന്നീട് വന്നിട്ടില്ലെന്ന് അവർ പറഞ്ഞു. വീണ്ടും ദിവസങ്ങൾ ഓടിമറഞ്ഞു. ആയിഷ ഇപ്പോൾ കുറെ ഉഷാറായിട്ടുണ്ട്. പഴയതെല്ലാം ഉള്ളിലൊതുക്കി കുറച്ചു കാലം വരെയെങ്കിലും ഈ ജീവിതം സന്തോഷത്തോടെ ജീവിക്കണമെന്നും താൻ ഇനി എവിടെ പോയാലും തനിക്ക് ഓർക്കാൻ നല്ല 1000 ഓർമ്മകൾ വേണമെന്നും അവൾക്ക് തോന്നി. ഒരു ദിവസം രാവിലെ തങ്കുവിനെ എന്തോ പറഞ്ഞ് കളിയാക്കി ഓടിയതാണ് ആയിഷ. എന്നാൽ താഴോട്ട് ഇറങ്ങി വന്ന കാശിയുടെ മേലായി ഇടിച്ച് രണ്ടുപേരും കൂടി നിലത്തി വീണു. ആയിഷയുടെ മുഖത്തായി അവന്റെ മുഖമൊന്ന് അമർന്നു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. പെട്ടെന്നുള്ള വീഴ്ചയിൽ നിലത്തായി ബാലൻസ് ചെയ്ത കാശി അവളെ നോക്കി. ഇത്രയും അടുത്തായി കാണുന്ന ആ ഭംഗി നോക്കി അവനൊന്ന് ഉമിനീരിറക്കിപ്പോയി. കൈകൾ ഇരുവശത്തെയും കുത്തി നിർത്തിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് മാത്രം നോക്കി നിന്നുപോയി. അവളുടെ മൂക്കിന്റെ ഒരു വശത്തായി തിളങ്ങുന്ന ഓറഞ്ച് കളർ മൂക്കുത്തി തന്നെ നോക്കി ചിരിക്കും പോലെ. അവളുടെ പിന്നാലെ ഓടിയെത്തിയ തങ്കു കണ്ടത് മനോഹരമായ ഈ ഒരു കാഴ്ചയായിരുന്നു. എന്തുകൊണ്ട് ഇത് വർക്കൗട്ടാക്കി കൂടാ എന്ന് പോലും പെണ്ണാ നേരം നിന്ന് ആലോചിച്ചു. അത്രയേറെ ഭംഗിയുണ്ടായിരുന്നു ആ കിടപ്പിൽ രണ്ടുപേരെ കാണാൻ. സോറി, അവൻ വേഗം എഴുന്നേറ്റു. ഐഷ എന്ന് വിളിച്ച് തങ്ക അവൾക്കരികിലേക്ക് വന്നു. അവനെ ഒന്ന് നോക്കാൻ പോലും ആവാതെ തലയിലെ തട്ടം പിടിച്ചിട്ടുകൊണ്ട് അവൾ തങ്കുവിന്റെ കൈ പിടിച്ചൊരൊറ്റ ഓട്ടമായിരുന്നു. കാശി ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ തന്റെ ഷർട്ടൊന്ന് കുടഞ്ഞിട്ടു. ഇപ്പോൾ കുറച്ചായി അവനവളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. തങ്കുവിന് അത് മനസ്സിലായിരുന്നു. എന്നാൽ ഐഷ അവനെ നോക്കാൻ പോലും ധൈര്യപ്പെടാറില്ല. കാണുമ്പോൾ തന്നെ പതിയെ ഉൾവലിയും. കാവ്യ അവനിപ്പോൾ ശ്രദ്ധിക്കാൻ പോലും നിൽക്കാറില്ല. അവൾക്കത് വലിയൊരു തിരിച്ചടിയായിരുന്നു. അവനെ ഭർത്താവാക്കി ജെറി എന്ന കാമുകനുമായി കുറച്ചു കാലം ജീവിക്കാമെന്ന് കണക്കുകൂട്ടിയവളായിരുന്നു. പക്ഷേ എല്ലാം ആ ഒരൊറ്റ രാത്രി പൊളിച്ചടക്കി കയ്യിൽ തന്നില്ലേ. ഇപ്പോൾ കുറച്ചായി കാശിയുടെ ശ്രദ്ധ ഐഷയിലേക്ക് പോകുന്ന അവളും ശ്രദ്ധിക്കുന്നുണ്ട്. അതും കൂടി കാണുമ്പോൾ സങ്കടം കലർന്ന ആ ഒരു ദേഷ്യം അവളെ വല്ലാത്തൊരവസ്ഥയിലാക്കി. ഐഷയുടെ കഥകളെല്ലാം വീട്ടിലുള്ളവരോട് പറഞ്ഞപ്പോൾ ആന്റിയും കാവ്യ അറിയരുതെന്ന് തങ്കു പ്രത്യേകം പറഞ്ഞിരുന്നു. ശ്രീദേവിക്ക് ഇപ്പോൾ ഐഷയാൽ മതി. ചില സമയങ്ങളിൽ നമുക്കിത് വേണ്ട, ഞാൻ പിടിക്കാമെന്നും പറഞ്ഞ് ആ വാക്കിംഗ് സ്റ്റിക്ക് പതിയെ മാറ്റി അവൾ ആ കൈ പിടിച്ച് നടത്തിക്കും. ചെറിയച്ഛനും ചെറിയമ്മയും മുത്തശ്ശിയും ഇതെല്ലാം കണ്ട് പരസ്പരം നോക്കും. മുത്തശ്ശിക്ക് അന്യമതത്തിൽപ്പെട്ട അവൾ ഇത്രയും ദിവസം ഇവിടെ നിൽക്കുന്നതിൽ ചെറിയ നീരസമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത്രയും ഭംഗിയേറിയ അവളുടെ സ്വഭാവത്തിനും പെരുമാറ്റത്തിനുമിടയിൽ അവരത് മനഃപൂർവ്വം മാറ്റിവെച്ചു. കാരണം രാവിലെയും രാത്രിയുമെല്ലാം മുത്തശ്ശിയുടെ രാമായണ വായനയും ഭഗവത്ഗീതയും എല്ലാം കേട്ട് അതെന്താ മുത്തശ്ശി അങ്ങനെ, ഇതിന്റെ കഥ എന്താ എന്നെല്ലാം ചോദിച്ച് മുത്തശ്ശിയുടെ അടുത്ത് വന്നിരിക്കും പെണ്ണ്. തന്റെ പേരമക്കളായ തങ്കവും കാവ്യം പോലും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. അതോ കുട്ടി എന്നും പറഞ്ഞ് അവൾക്ക് ഓരോന്ന് വിവരിച്ചു കൊടുക്കും. ഇതുകൊണ്ടൊക്കെ തന്നെ അവളോടും പിന്നെ മറുത്തൊന്നും പറയാൻ അവർക്കും തോന്നാറില്ല. കാരണം ഐഷയും അത്രയും സ്നേഹത്തോടെയാണ് അവരെ മുത്തശ്ശി എന്ന് വിളിച്ചിരുന്നത്. റൂമിൽ നിന്ന് എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങാൻ നേരം തന്റെ കൈ പിടിക്കാനായി ഓടിയെത്തുന്ന അവളായിരുന്നു. അന്നൊരു ദിവസം അതിരാവിലെ ഓഫീസിലേക്ക് ചെയ്യാനുള്ള ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എഴുന്നേറ്റാണ് കാശി. താഴെ എല്ലാവരും എഴുന്നേറ്റുണ്ടാവും. പക്ഷേ അടുക്കളയിലെത്താൻ കുറച്ചുകൂടി കഴിയും, അതവനറിയാം. ഒരു ചായ ഇടണം എന്ന ഉദ്ദേശത്തോടെയാണ് താഴോട്ട് ഇറങ്ങിയത്. നേരെ അടുക്കളയിലേക്ക് നടന്നു. തങ്കുവിന്റെ റൂമിൽ വെളിച്ചമുണ്ട്. പെണ്ണ് എന്തൊക്കെയോ നോക്കി പകർത്തി എഴുതുന്നുണ്ട്. അടുക്കള വാതിലെത്തി അവന് നിമിഷം അവിടെ നിന്നു. അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് തിളച്ചു വരുന്ന പാലിലേക്ക് പൊടിയിടുകയാണ് ഐഷ. തലയാകെ ഒരു തോർത്തുകൊണ്ട് ചുറ്റി വെച്ചിട്ടുണ്ട്. ഷോൾ തോളിലൂടെ കഴുത്തിലേക്ക് ഇട്ടിരിക്കുന്നു. കുറച്ചു ദിവസം മുമ്പ് തങ്കുവാണ് അവൾക്ക് 3-4 ജോഡി ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞ് തന്റെ കൂടെ ചാടി പുറപ്പെട്ടത്. പൊടിയിട്ട ചായയിൽ കുറച്ച് മാറ്റിവെച്ച് ബാക്കിയിൽ മധുരമിടുകയാണ് അവൾ. പഞ്ചസാര പാത്രം തിരിച്ചു വെക്കാൻ തിരിഞ്ഞപ്പോഴാണ് തന്നെ നോക്കി നിൽക്കുന്ന കാശി അവൾ കാണുന്നത്. സോറി, എനിക്കൊരു ടീ വേണമായിരുന്നു. തരാം. അവളൊന്ന് വിക്കിക്കൊണ്ട് വേഗം ഒരു കപ്പെടുത്ത് അതിലേക്ക് ചായ പകർന്നുകൊണ്ട് അവനെ നേരെ നോക്കി. അവനൊരു കുഞ്ഞു ചിരിയോടെ അത് വാങ്ങിക്കൊണ്ട് അവളെ നോക്കി. താങ്ക്സ്. ഒരു ചിരിയോടെ അതും പറഞ്ഞ് അവൻ ചായക്കപ്പുമായി തിരികെ പടികൾ കയറി. അവൻ പോയതും ആയിഷ പിടിച്ചു വെച്ച ശ്വാസം ഒന്ന് നേരെ വിട്ടു. ആ സ്ലാബിൽ കൈകുത്തിന്ന് അവളൊന്ന് കിതച്ചു. കാശിദേവ് ആ മുഖവും പേരും തന്റെ ഉള്ളിന്റെ ഉള്ളിലാണെന്ന് അവൾക്ക് തോന്നി. അന്ന് തന്നെ രക്ഷിച്ചത് മുതൽ അവന് മുമ്പിൽ വന്നു നിൽക്കാൻ കഴിയാത്തൊരു വെപ്രാളം ഇന്നത് മുട്ടിയിട്ടൊരു പ്രണയപ്പൂവായി വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതാർക്കും അറിയില്ല, തനുവിന് പോലും. അവളൊന്ന് കണ്ണടച്ചു. ശേഷം തങ്കുവിന്റെ ചായയും എടുത്ത് റൂമിലേക്ക് നടന്നു. മുകളിലെത്തിയ കാശി ചായ ഒന്ന് ചുണ്ടോട് ചേർത്തു. ഓഹോ, അപ്പൊ കുറച്ചായി ഇവിടെ കിടന്നോടുന്ന ചായ ഇവരുടേതാണല്ലേ? അവനൊരു ചിരിയോടെ ഓർത്തു. കാരണം കുറച്ചായി രാവിലെ കിട്ടുന്ന ചായക്കൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അവനിന്ന് തന്റെ മുമ്പിൽ കണ്ട ഐഷയെ ഓർക്കവേ ഭംഗിയേറിയ ഒരു ചിരി മുഖത്തി വിരിഞ്ഞു. ദിവസങ്ങൾ പിന്നെയും കൊഴിഞ്ഞു. 1 മാസമില്ല ഐഷയുടെ ജീവിതത്തിൽ നിന്ന് എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയത്. തങ്കുവിന്റെ അച്ഛൻ, അതായത് ചെറിയച്ഛനും അവൾ വലിയ കാര്യമായിരുന്നു. ശ്രീദേവിയോടുള്ള അവളുടെ പെരുമാറ്റം അടുപ്പോൾ അയാളും ശ്രദ്ധിക്കുന്നുണ്ട്. തങ്കു വിളിക്കും പോലെ അവൾ അയാൾ അച്ഛ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഓഫീസിൽ കാശി ഏൽപ്പിക്കുന്ന ഫയലുകളെല്ലാം ചെക്ക് ചെയ്യൽ ചെറിയച്ഛൻ്റെ കൂടി ജോലിയായിരുന്നു. ചിലപ്പോഴൊക്കെ അയാൾ തങ്കുവിനെയും വിളിക്കും.
എനിക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും ഇടപെടുന്ന ഇഷ്ടമല്ലെന്നും പറഞ്ഞ് പെണ്ണ് മുങ്ങും. ആദ്യമൊക്കെ ആയിഷ അയാളെ വെറുതെ സഹായിക്കാൻ ചെല്ലുമെങ്കിലും പിന്നീട് ആയിഷ മോളെന്ന് വിളിച്ച് ചെറിയച്ഛൻ ഓരോന്ന് ക്ലിയർ ചെയ്യാൻ അവളെ ഏൽപ്പിക്കും. അവൻ ഇതൊക്കെ കാണാറുണ്ട്. അവളുടെ ഇത്തരം മാറ്റങ്ങളെല്ലാം അവനിലൊരു ചെറുചിരി തീർത്തു. തന്നെ ചുറ്റി വരിഞ്ഞ് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ച ആ പെണ്ണിൽ നിന്ന് ചുരുങ്ങിയ ദിവസം കൊണ്ട് അവൾ ഒരുപാട് മാറിപ്പോയെന്ന് അവന് തോന്നി. ഒരു കുടുംബത്തിലെ ഓരോ കാര്യവും അവൾ അത്രമേൽ ആസ്വദിക്കുന്നുണ്ടെന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. ചിലപ്പോൾ താൻ അമ്മ എന്ന് വിളിച്ച് വാതിൽ തുറന്നാൽ കാണാം അമ്മയും കെട്ടിപ്പിടിച്ച് കിടക്കുന്നവളെ. അമ്മയാണെങ്കിൽ കട്ടിലേക്ക് ചാരിക്കൊണ്ട് അവളുടെ തലയിൽ തലോടുന്നുണ്ടാവും. എന്തോ അത് ശല്യപ്പെടുത്താൻ തോന്നാതെ പതിയെ വാതിലടച്ച് തിരിച്ചു പോരും. മുകളിൽ പുറത്തേക്കുള്ള ബാൽക്കണിയിൽ തങ്കു അവളും കൂടി കുറച്ച് ചെടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതാണ് രണ്ടാളുടെയും പരിപാടി. നിറയെ റോസാ ചെടി മാത്രം, പല നിറത്തിലുള്ളവ. താഴെ ഗാർഡനിൽ നിന്ന് തന്നെ കൊമ്പൊടിച്ചിട്ട് ചട്ടിയിലാക്കിയതാണ്. പിന്നെ കുറേയൊക്കെ തങ്കയോടുന്നൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുവന്നു. ചിലതെല്ലാം കുഞ്ഞു മുട്ടുകൾ വിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താഴെയില്ലെങ്കിൽ മുകളിലുണ്ടാവും രണ്ടുപേരും. അവനുള്ള ദിവസം മുകളിൽ അവന്റെ റൂമിന് മുമ്പിൽ എത്തുമ്പോൾ തന്നെ ആയിഷ ഒരു ഓട്ടമാണ്. അവനെ കാണുമ്പോഴുള്ള പെണ്ണിന്റെ പിടപ്പൊക്കെ തങ്കുവിനും മനസ്സിലാവുന്നുണ്ട്. അന്നൊരു രാവിലെയാണ് അരുൺ തറവാട്ടിലേക്ക് വരുന്നത്. അന്ന് ചെറിയ കാവ്യമായി ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് അവർ പോയപ്പോൾ അവരും ദുബായിക്ക് പോയിരുന്നു. ഇന്നാണ് തിരിച്ചു വരുന്നത്. ജെറിന്റെയും കാവ്യയുടെയും കാര്യത്തിൽ ഇനി എന്തെങ്കിലും ഒരു തീരുമാനം കാണണമെന്ന് അംബിക പോകുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ഞാൻ വീട്ടുകാരോട് സംസാരിച്ച് അവരെ കൂട്ടി വരാമെന്ന് ജെറിയും സമ്മതിച്ചു. അവനും അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അവനെ കണ്ടപ്പോൾ തന്നെ അംബിക മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. എന്താടാ പോയിട്ട് അവരെന്തു പറഞ്ഞു? അംബിക കണ്ടപാടെ ചോദിച്ചു. എന്റെ അമ്മയെ അവൻ സംസാരിച്ചിട്ട് എന്നെ വിളിക്കും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് കയറി ചെല്ലാനൊന്നും പറ്റില്ല. അവരൊക്കെ എപ്പോഴും തിരക്കുള്ള ആളുകളാ. ജെറി അവരെ കൺവിൻസ് ചെയ്ത് പതിയെന്നെ അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ അതും പറഞ്ഞ അകത്തോട്ട് കയറി. തൃപ്തി വരാത്ത മുഖവുമായി അംബിക താഴെ സോഫയിലിരുന്നു. ഹാളിലെത്തിയാരും ശ്രീദേവിയോടും ചെറിയമ്മയോടും ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി. തങ്കു ഐഷയും മുകളിൽ ഗാർഡനിൽ എന്തോ പണിയിലായിരുന്നു. കാവ്യയെ കാണുമ്പോൾ ഐഷ ഒന്ന് ചിരിക്കുമെങ്കിലും തിരിച്ചൊരു ചിരി പോലും തിരികെ കിട്ടാറില്ല. ഇപ്പോൾ കുറച്ചായി അമ്മയും മോളും ഏതു നേരം അവരുടെ റൂമിലായിരിക്കും. മേലെത്തിയാരും തന്റെ റൂമിലേക്ക് പോവാൻ നേരം വെറുതെ ടെറസിലേക്ക് നോക്കിയപ്പോഴാണ് ഐഷയെ കാണുന്നത്. കണ്ടപാടെ അവന്റെ കണ്ണുകൾ വിടർന്നുപോയി. സ്വയം അറിയാതെ അവന്റെ കാലുകൾ അങ്ങോട്ടേക്ക് ചലിച്ചു. തങ്കുവിനോട് എന്തോ പറഞ്ഞ് ചിരിക്കുകയാണ് അവൾ. ആരിത്? അരുണേട്ടനോ? എപ്പെത്തി? തങ്കുവിന്റെ ആ ശബ്ദമാണ് അവൻ ഐഷയിൽ നിന്ന് കണ്ണെടുക്കാൻ പ്രേരിപ്പിച്ചത്. ഞാനിപ്പോ വരും വഴിയാ. അവൻ കയ്യിലെ ബാഗ് ഉയർത്തി കാട്ടി. ഇത് അവൻ ഐഷയുടെ നേരെ നോക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു. ഇത് ഐഷ, എന്റെ ഫ്രണ്ടാ. ഐഷ, ഇത് അരുൺ, നമ്മുടെ കാവ്യയുടെ ബ്രദർ. ഐഷ അവനെ നോക്കിയാൽ ചിരിച്ചു. ഇത്രയും ഭംഗിയുള്ള ഒരു പെണ്ണ് അരുൺ ചിന്തിക്കാതിരുന്നില്ല. എന്നാൽ ഇതെല്ലാം തന്നെ റൂമിന്റെ വാതിക്കൽ നിന്ന് കാണുന്ന കാശിക്ക് എന്തോ വല്ലാത്ത ദേഷ്യം തോന്നിപ്പോയി. കൊതിയോടെ അവളെ നോക്കുന്നവനെ കണ്ടപ്പോൾ അറിയാതെ തന്നെ കൈമുഷ്ടിയൊന്ന് ചുരുട്ടിപ്പിടിച്ചു. ഓക്കെ ഗൈസ്, അപ്പൊ കാണാം. അതും പറഞ്ഞ് അവനെ ചിരിയോടെ തിരിഞ്ഞു. ഒന്ന് നോക്കിയപ്പോഴാണ് വാതിൽക്കൽ നിൽക്കുന്ന കാശിയെ കാണുന്നത്. അന്നത്തെ പ്രശ്നത്തിന് ശേഷം അവർ ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. സോറി കാശി, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചേനെ. അവൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാവുമെന്ന് ഞങ്ങൾ ആരും കരുതിയിരുന്നില്ല. സോറി മാൻ. ഇറ്റ്സ് ഓക്കെ അരുൺ, ഞാനതൊക്കെ മറന്നു. എന്നാൽ ശരി, ഞാൻ വരുന്ന വഴിയാ, ഒന്ന് ഫ്രഷ് ആവട്ടെ. അവനതും പറഞ്ഞ് തിരികെ തന്റെ റൂമിലേക്ക് നടന്നു. നടക്കുന്നിടയിൽ ഐഷ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി പോകുന്ന അരുണിനെ കാശി കാണുന്നുണ്ടായിരുന്നു. ഒരു ചട്ടിയിൽ വിരിഞ്ഞിരിക്കുന്ന റോസാപ്പൂവിന് തന്റെ മുഖത്തോട് ചേർത്ത് ആഞ്ഞു മണക്കുന്ന അവളെ അവൻ ശ്വാസമെടുക്കാതെ നോക്കി നിന്നു. വീണ്ടും അരുണിന്റെ റൂമിലേക്ക് നോക്കിക്കൊണ്ട് തന്റെ റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെ ആഴ്ചകൾ പിന്നിട്ടു. അരുണിന് ആഴ്ചയെ കണ്ടിട്ട് മതി വരുന്നുണ്ടായിരുന്നില്ല. അവൻ വന്ന ശേഷം അവൾ അധികം പുറത്തിറങ്ങാറില്ല. സദാസമയം തന്റെ ലാപ്ടോപ്പും ജോലിയുമായി മുകളിലിരിക്കുന്നവൻ ഇപ്പോൾ കുറച്ചായി താഴെയാണെന്നത് കാശിയും ശ്രദ്ധിച്ചു. അവന്റെ ആ നോട്ടവും ചിരിയുമൊക്കെ അവൾക്കും വല്ലാത്ത ബുദ്ധിമുട്ടായി തോന്നി. ഇത്രയും ദിവസം താൻ ഇവിടെ നിന്നിട്ട് കാശി വേണ്ടാത്ത രീതിയിൽ തന്നെ നോക്കിയിട്ട് പോലുമില്ല. തങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുമെങ്കിലും അതിലൊരു അരോചകത്വം ഫീലായിട്ടില്ല. ഇതെന്തോ പോലെ. രണ്ടു പുരുഷന്മാരുടെ വ്യത്യസ്ത സ്വഭാവങ്ങളായിരുന്നു അവൾ ആലോചിച്ചത്. അവൾക്ക് എന്തെന്നില്ലാത്തൊരു സങ്കടം തോന്നി. ഞാനിനി പോയാലോ? എന്തോ കുറച്ചായാലും ഇവിടെ തന്നെ. ഇനി എത്രയാന്ന് വെച്ചാൽ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചോടെ നിൽക്കുന്നു. എത്രയായാലും ഞാൻ അന്യനെയല്ലേ, എനിക്കൊരു ഹോസ്റ്റലിൽ സെറ്റാക്കി തന്നാൽ മതി. എടി, നീ ഇതെന്തൊക്കെയാ പറയുന്നത്? ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നീ ഒരിക്കലും സേഫ് ആവില്ല. പിന്നെ നീ ഒരു അധികം പറ്റാന്ന് നിന്നോട് ആരാ പറഞ്ഞ്? അംബികമായി മോളല്ലേ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇതെന്റെ ഏട്ടന്റെ വീടാ. അതുകൊണ്ട് ഇനി ആരെന്ത് പറഞ്ഞാലും നീ അത് കാര്യമായിട്ട് എടുക്കണ്ട. തങ്കുവിന് ദേഷ്യം വന്ന് തുടങ്ങി. അതല്ലടി, നിന്റെ അരുണേട്ടൻ. അയാളെന്തോ ശരിയല്ലാത്ത പോലെ നോട്ടവും ഭാവമൊക്കെ. എനിക്കെന്താ അങ്ങനെ തോന്നുന്നു. അതാണോ കാര്യം? എൻ്റെ ഐഷ, അത് കാവ്യയുടെ ഏട്ടനാ. ആ സ്വഭാവം കാണാണ്ടിരിക്കോ? എന്തെങ്കിലും ചെറ്റത്തിന് കാണിച്ചാൽ മോക്ക അടച്ചു പൊട്ടിച്ചോ? തങ്കു അങ്ങനെ പറഞ്ഞിട്ട് ഐഷയുടെ മുഖം തെളിഞ്ഞില്ല. പിറ്റേ ദിവസം വൈകുന്നേരം കാശി ഓഫീസിൽ നിന്ന് വന്നപ്പോൾ തങ്കു ഒരു ഗ്ലാസ് കോഫിയുമായി മേലോട്ട് കയറി. കാശി, എന്താടി? അവൻ കോട്ടഴിച്ച് സോഫയിലിട്ടുകൊണ്ട് കോഫി വാങ്ങി കുടിക്കാൻ തുടങ്ങി. അതെ, തനിക്ക് എൻ്റെ ഐഷയെ കല്യാണം കഴിക്കാമോ? അവളുടെ ചോദ്യത്തിൽ കുടിച്ച കോഫി അവന്റെ നെറിൽ കയറി ചുമച്ചു. വാട്ട്? അത് തന്നെ, തനിക്ക് അവളെ കെട്ടാമോ?
അവളൊരു പാവ കാശി, നിനക്ക് നല്ല ചേർച്ചയായിരിക്കാം. പിന്നെ എൻ്റെ ദേഹം വെക്കും. എനിക്കെന്തോ ചെറിയൊരു പേടി അവളുടെ കാര്യത്തിൽ. ആ ഭയം അവൾക്കും ഉണ്ട്. പക്ഷെ എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഞാനിനി പോയാലും തിരികെ വരില്ലെന്ന് പറയും. ഇനി ഇവിടുന്ന് എങ്ങോട്ട് പോയാലും ഓർക്കാൻ പറ്റുന്ന 1000 ഓർമ്മകളുണ്ടല്ലോ എന്ന് ദേവമ്മയോട് ഒരിക്കലും പറയുന്ന കേട്ടു. ഇനി കുറച്ച് കഴിഞ്ഞ് എനിക്കും ക്ലാസ് തുടങ്ങും. അവൾക്ക് തുറന്ന് പഠിക്കാനും പുറത്തിറങ്ങാനും കഴിയണമെങ്കിൽ ശക്തമായ ഒരു അവകാശം വേണം. അത്രയും സ്ട്രോങ് ആയ ഒരു പാർട്ണർ, എ ഹസ്ബൻഡ്. അതിന് നിനക്ക് പറ്റുമോ? എന്തോ നിനക്ക് അവളെ രക്ഷിക്കാൻ കഴിയുന്നൊരു തോന്നൽ നിനക്ക് മാത്രമേ കഴിയൂ. അവളുടെ ആ തുറന്നു പറച്ചിൽ അവൻ ഞെട്ടിപ്പോയി. ദേവമ്മക്ക് 100% സമ്മതമായിരിക്കും, എനിക്ക് ഉറപ്പാണ്. കാരണം അവളുടെ കൂടെ ദേവമ്മ എത്ര കംഫർട്ടാണെന്ന് എനിക്കറിയാം. പിന്നെ ജാതി മതം അതൊന്നും പ്രശ്നമില്ല. എല്ലാവരുടെ ഇഷ്ടവും പൊരുത്തമൊക്കെ നോക്കി നീ ഒന്നിനെ സ്വീകരിച്ചില്ലേ? അതെന്തായി? അതിലൊന്നും ഒരു കാര്യവുമില്ല. നീ ഒന്ന് ആലോചിക്കേ. ഇനി ക്ലാസ് തുടങ്ങി ഞാനും പോവും. അപ്പം അവളോട് ഒറ്റക്കാവും. ഒറ്റക്ക് അവളോട് നിൽക്കില്ല, അതെനിക്ക് ഉറപ്പാ. അത് പറയുമ്പോൾ തങ്കുവിന്റെ മനസ്സിൽ അരുണിന്റെ മുഖം തെളിഞ്ഞു. എന്തായാലും നീ ഒന്ന് ആലോചിക്കേ. അതും പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോയി. അവൾ പറഞ്ഞ വാക്കുകൾ മനസ്സിലിട്ടുകൊണ്ട് ആ ചായക്കപ്പും പിടിച്ച് മേശയിലേക്ക് ചാരിപ്പോയി അവനും. ഐഷ മനസ്സിലേക്ക് ആ മുഖം ഓടിയെത്തി. ഉള്ളിലേക്ക് പ്രണയത്തിന്റെ ഒരു ചെറുതണുപ്പ് അരിച്ചിറങ്ങുന്ന അവനും അറിഞ്ഞു. നേരം ഇരുട്ടിയപ്പോൾ ടെറസിലായിരുന്ന ഐഷ തിരിച്ചിറങ്ങാൻ നേരമാണ് അരുൺ അങ്ങോട്ട് കയറി വന്നത്. തങ്കു കൂടെയുണ്ടായിരുന്നു. ചെറിയമ്മ വിളിച്ചപ്പോൾ താഴോട്ട് പോയതാണ്. അവനെ കണ്ടപാടെ തലയിലെ തട്ടമൊന്ന് ശരിയാക്കി തിരിഞ്ഞു പോരാനാഞ്ഞവളെ അവൻ കൈകൊണ്ട് തടഞ്ഞു. ഐഷ, നീ എവിടെ പോവാ? എനിക്ക് പോണം, പ്ലീസ് വഴിമാറ്. പോവാം, പക്ഷെ എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട്. ഐഷ, നിനക്ക് എന്ത് ഭംഗിയാണെന്നോ. നിന്നെക്കുറിച്ച് ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഇത്രയും ദിവസം വീടും കൂടിയൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ, അതിൽ നിന്ന് എന്നെ മനസ്സിലാക്കാൻ ഇങ്ങനെയാണെന്ന്. എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിന്നെ കണ്ട മുതൽ എനിക്കൊരാഗ്രഹം. അതെന്താണെന്ന് നിനക്കും അറിയാം. അവന്റെ ആ പറച്ചിൽ ഐശ്വന്ന് പറച്ചുപോയി. നീ നന്നായിട്ടൊന്ന് ആലോചിക്കുക. ഈ അരുൺ ആഗ്രഹിച്ചൊന്നും അവന്റെ കയ്യിൽ നിന്ന് ഊരിപ്പോയിട്ടില്ല. അതും പറഞ്ഞൊരു കൗശലച്ചിരിയുടെ റൂമിലേക്ക് അവൻ കയറിപ്പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.